ജോഗി വാ ജോഗി വാ 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 വാ. പോണ കൊട 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 വേണോ അണ്ണൻ കൊട കൊട വേണോ ജോഗി കൊട വെയിൽ പ്രശ്നമുണ്ടോ? വേണ്ട ഞാനിത്ര ആനയെ നെറ്റിപ്പട്ട വെക്കാം. നമ്മുടെ ഗോഡ് ഫാദർ വരുന്നുണ്ടേ. ഇങ്ങനെ എടുത്തെടുത്ത് പറയണ്ടേ ഇത് TV ലീഡർ ഡ്രോപ്പ് നമ്പർ മിസ്റ്റർ എക്സ് ആണ് ഇട്ടേക്കണേ. ഓ ദൈവം നമ്പർ വിളിച്ചാലും കൊടുക്കണ്ടെന്ന് ഞാൻ പറയാം. എന്റെ ഫ്രണ്ടിൽ കയറി നടക്കും. ആരെങ്കിലും ഒരാളെന്റെ നമ്പർ ഒന്ന് ഡ്രോപ്പ് ചെയ്താ മിസ്റ്റർ എക്സിന്. തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിലേ വെടി വെക്കാനായിട്ട്. എടാ നിങ്ങള് ഗ്യാങ്സിന്റെ കോർണേഴ്സിലോട്ടൊക്കെ നിക്കൂലേ? കൊള്ളാം കേട്ടോ, ഒരു പ്രൗഢിയൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും പേരുള്ളൂ. ഓ നിറഞ്ഞു നിക്കുന്നത് എന്താണിത്? ഇതെന്താണ് ഓറ തന്നെ അല്ലേ അണ്ണാ? പിന്നല്ലാതെ കേട്ടോ തപ്പാരിപ്പുണ്ടാ പൊള്ളു കള്ളക്കഴവേറി ഉണ്ടല്ലോ അവന്റെ. ഈ മൂഞ്ചനെയാണോ എനിക്ക് പൂ തരാൻ ഏൽപ്പിച്ചേക്കുന്നേ? എന്താ എടാ ഇത് നമ്മളങ്ങ് ഭയങ്കര എത്ര ഇതാരാടാ തുണിയിട്ട് മൂടിയിരിക്കുന്നേ? നാണോ അവന്? ആ മൂന്നാമത് നിൽക്കുന്നേ മണവാട്ടിയാ? ഞാൻ നിന്നെ പെണ്ണ് കാണാമെന്ന് അറബിയൊന്നും അല്ല. ടീഷർട്ടാണ് നല്ലത് കുറച്ചുകൂടി ഇടുമ്പോ ഒരു കംഫർട്ട്. അല്ല ശരിക്കും നിലയ്ക്ക് ടെസ്റ്റ് നല്ല രീതിക്ക് കാണേണ്ടിയിരിക്കുന്നു. ഇപ്പൊ വരാവേ. വാസു ഇങ്ങോട്ടൊന്ന് ഇങ്ങോട്ട് ടെസ്റ്റ് ചെയ്യട്ടെ. ഓരോരുത്തരുടെ പേര് പറയാം, മനസ്സിലായോ? ഇത് അമ്പത്തൂര്, ഇത് ആർക്കും അറിയാം. രണ്ടാമത്തോട്ട് പറ. ഇത് മുൻമന്താരം. തുണിയിട്ടവന്റെ പേര് ഇത് കില്ലുവാ. ഇത് വില്ലുമോൻ. ഓ ഇത് സ്റ്റീവ്. ഇത് കഴുത്തിലിട്ടിരിക്കുന്ന ആരാ? ഇത് ഹെൽമെറ്റ് മാറ്റിയാ മംഗലശ്ശേരി പോയാണ്. ഇത് അല്ലല്ല, ഇത് നമ്മുടെ ടീമൻ. ഇത് SRK, ഇത് ലോലൻ, ഇത് ഏബല്, ഇത് മോബി, ഇത് ജുഗുറു, ഇത് സെക്കൻ, ഇത് സ്നൈപ്പ്, ഇത് മന്ദാരം. അല്ല ഇത് ഇത് അപ്പുകൊണ്ടൻ, ഇത് സ്റ്റീവ്, ഇത് ജൂഡ്. എടാ മക്കളെ എല്ലാരും സന്തോഷം. ഞാൻ കുറെ പേര് ആദ്യമായിട്ട് കാണും കേട്ടോ ഇതിനകത്ത്. എടാ ബാലൻ എന്ത് ചെയ്യടാ? ബാലൻ ഒരു ചെറിയ ഗ്യാപ്പിലാ ജോക്കി. ബാലൻ ചെറിയ ഗ്യാപ്പിലല്ലേ? ആ നമുക്ക് അകത്തോട്ട് കയറാം. എല്ലാരും ബോയ്സ് എല്ലാം അകത്തോട്ട്. എന്താടാ കേട്ടില്ല? സിനിമയ്ക്ക് പോണോ ഇവനൊക്കെ? മാമനല്ലേ മിസ്റ്റർ എക്സ്പീരിയൻസ്. വന്നിരുന്നാണ് കാണട്ടെ. വെയിൽ ഒരുപാട് കൊണ്ടുവന്നു ജോക്കി. കരുവാളിപ്പുണ്ടല്ലോ മിസ്റ്റർ എക്സ് കോൾ മീ ഓൺ 3333. അത് തന്നെ കോപ്പി ചെയ്ത് താഴെയുടെ പൈസ. ഫോൺ ഓണാക്ക്. ഞാൻ കമ്പ്യൂട്ടറിലാണ് ഇപ്പം പോസ്റ്റ്. ഹലോ ഹലോ മിസ്റ്റർ എക്സ് ആയിരുന്നേ. പറഞ്ഞു. ആ ടിവിയുടെ ലീഡർ. അതെ പരന്തുവാസു. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം മീറ്റ് ചെയ്തപ്പോ ഒരു ഡീറ്റെയിൽസ് ഇന്ന് തരാമെന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ KK സാർ പറഞ്ഞിട്ട് വിളിക്കുമായിരുന്നു. ഞങ്ങള് ഇവിടെ ഇന്ന് ഗ്യാങ്ങിന്റെ ചെറിയൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കും മിസ്റ്റർ എക്സ്. ഇത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കാണാം മിസ്റ്റർ എക്സിനെ. ഓക്കെ ശരി. ഓക്കെ
ആർപ്പികളൊക്കെ വരുന്ന വഴിയേ. കേട്ടിരിക്കാൻ രസമുണ്ട്. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അണ്ണാ സുഖാണാ? പിന്നെ സുഖമാണ്, സുഖല്ലേ? അണ്ണ ഇന്നലെ തരാൻ തന്ന മറ്റേ കൊമ്പിന്റെയും തോലിന്റെ ഇത് തന്നില്ല കേട്ടാ. കൊമ്പിന്റെയും തോലിന്റെയോ? ആ നമ്മുടെ മറ്റേ എന്ത് പറയല്ലോ, ഒരു ജോബ് ഉണ്ടായിരുന്നല്ലോ മുമ്പ് ഇവിടെ, നമ്മൾ ഡീലിങ്സ് പറഞ്ഞില്ലായിരുന്നോ, ഒരു കൊമ്പിന്റെയും തോലിന്റെയും. അല്ല അണ്ണൻ മറന്നത്? ഇല്ല. അണ്ണനപ്പൊ മറവി ശക്തി ഉണ്ടണ്ണാ. മറവി ശക്തി? മറവി ശക്തി ഉണ്ട്. ഓർമ്മ മറവി രോഗം, സോറി, മറവി രോഗം. സോറി അണ്ണാ, തിരിഞ്ഞു കേട്ടാ. ഞാൻ സംസാരിക്കുന്ന സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല 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 ഇല്ല. എടാ ഞാൻ ഒരു ഗ്യാങ് മീറ്റിംഗില്ല, ഇത് കഴിഞ്ഞിട്ടേ വിളിക്കാം. ആണ്. ആ ഓക്കെ ആണ്. മറ്റേ മറക്കല്ലേ, പല്ലും കൊമ്പും തോലും. ഓക്കെ ഓക്കെ. നഖം? ഓക്കെ ആണ്. നഖം വേണ്ട അണ്ണാ, അത് എടുക്കൂല നമ്മള്. ശരി. ഓക്കെ അണ്ണാ, ശരി ശരി ശരി. ഒന്നും കൊണ്ടില്ല. മാമന്റെ ബർത്ത്ഡേ ആട്ടോ അണ്ണാ, മാമന്റെ ബർത്ത്ഡേ ആണ്. അല്ലല്ല, തൽക്കാലം അതിലുണ്ട്. ഇതിവരിങ്ങനെ നിക്കൂ, നമ്മൾ രഹസ്യം പറയാൻ പറ്റത്തില്ലല്ലോ. രഹസ്യങ്ങളൊന്നും അവര് ചോർത്തില്ലല്ലേ? ചന്ദ്രു ഇവിടെ വന്നിട്ട് ചന്ദ്രു അണ്ണാ അവസാനം എന്തെങ്കിലും ഇതുണ്ടോ ആ പിള്ളേ നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് ഇല്ല അവിടെ ചന്ദ്രൻ മെമ്പേഴ്സ് ചന്ദ്രു വന്നപ്പോ എല്ലാം പോയല്ല. ആർക്കടാ പറയാനുള്ളത്? ഹലോ ഹലോ ഹലോ, ആരാ? ഹലോ അണ്ണാ, സുഖമാണോ? എടാ ഞാൻ ഒരു ഗ്യാങ് മീറ്റിംഗ് ഇടയ്ക്കാ ബ്രോ, ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ഇത് ഫ്ലൈറ്റ് മോഡ് ഇടുവാണേ ഗൈസ്, അല്ലേ ഇത് ശരിയാവില്ല. ഇത് എന്താടാ ഇത്? ആരാടാ ഇമോട്ട് ഇട്ടത് ഇതിന്റെ ഇടയ്ക്ക്? അല്ല, ആരും ഇമോട്ട് ഇട്ടില്ലല്ലോ. അത് വേറെ ഇമോട്ടിന്റെ ആവില്ലടാ, ആരും കൂടെ റീകണക്ട് ആവട്ടെ. ഇവന്മാരൊക്കെ ഇനി കണക്ട് ആവുമോന്ന് അറിഞ്ഞൂടാത്ത കേസ്. എല്ലാരും 1 2 3 4 5 6 7 8 എന്തൊരു കഷ്ടമെന്ന് പറ. എല്ലാവരുടെയും ഗെയിം ക്രാഷ് ആയതാ. ഇതെന്തോ ഇമോട്ട് ഇട്ടതാന്ന് തോന്നുന്നമാര്. ഞാൻ റിക്വസ്റ്റ് ചെയ്യാനാ. നമ്മളെന്ന് കത്തൂരാണോ? എല്ലാരും വന്നാലും ഐഡിയ 1530. അവനൊക്കെ ചത്തുപോയോ? അനക്കൊന്നും ഇല്ലല്ലോ. ഹലോ ഹലോ, പേരെന്തായിരുന്നു? മിച്ചു പോപ്സ്. മിച്ചു പോപ്സ്. എന്ത് വന്നാലും നിങ്ങളിവിടെ പണിക്ക് പോകുന്ന പിള്ളേരാണെന്ന് ജോക്കി അറിയാൻ പാടില്ല. ഓക്കെ, ലാസ്റ്റ് വരെയും ഈ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യണം. ഇടി വെട്ടിയാൽ പോലും അനങ്ങാനും മിണ്ടാനോ തിരിയാനോ പാടില്ല. കാരണം പുള്ളിക്ക് ചിലപ്പോൾ അതൊക്കെ ഹേർട്ടാവും. ഭയങ്കര പഴയ പിഞ്ചു മനുഷ്യനുള്ള ആളാ. നമ്മൾ പുള്ളി ഇപ്പോഴും ശരിക്കും വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങൾ രാജ്യത്തിന് വേണ്ടിയിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്ന കമാൻഡോസിനെ പുള്ളിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ആയിട്ട് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ധൈര്യത്തില ധൈര്യം കൂടി പുള്ളി. പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നൈസായിട്ട് ഇത് അങ്ങനെയൊന്നും പ്രശ്നത്തിനൊന്നും പോണ്ട എന്ന് പറഞ്ഞ നൈസായിട്ട് നിങ്ങൾ തന്നെ പുറകോട്ട് വലിക്കണം. മനസ്സിലായില്ലേ? ആളെ പൊക്കിയിട്ട് നിങ്ങളെ പുറകോട്ട് വലിക്കണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ വലിയ പ്രശ്നത്തിലോട്ട് പോകും. നിങ്ങൾ ഇങ്ങനെ കളിത്തോക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അറ്റാക്ക് വന്ന് അപ്പം വീഴും. സത്യം. അവസരം തോന്നുന്ന ഒരു കാര്യം പറയട്ടെ. എന്നാ
ഇതെല്ലാം ബ്ലാക്ക് മാഫിന്റെ പിള്ളേരാ. അപ്പൊ ഇവർക്ക് കുറച്ച് ദിവസമായിട്ട് നമ്മളൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ആ, ആ, ആ. അപ്പൊ നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എത്തിയ സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് എന്തോ സംസാരിക്കാനുണ്ടായിരുന്നു. ഇച്ചിരിയല്ല അവരുടെ കൂടെ സമയമില്ലായിരിക്കും. പിന്നെ ഞാൻ ഇനി അവരുടെ ബോഡി ഗാർഡായിട്ട് ഞാൻ പോകാൻ പോവാണ് ഇത് കഴിഞ്ഞിട്ട്. നിനക്ക് എങ്ങനെ തോന്നുക ഇങ്ങനൊക്കെ ഒരു മനുഷ്യനെ പറ്റിക്കാൻ? ആര് ഈ ജോക്കിയെ തല്ലുപടിക്ക് പോകുന്ന പിള്ളേരുടെ കയ്യിൽ തോക്കും കൊടുത്ത്. ഇല്ലാണ്ട് എമ്മാർക്ക് വലിയ ബിസിനസ്സാ. പൊട്ടണതൊക്കെ ഉണ്ട്. വേണ്ടി വന്നാ പൊട്ടിക്കുമാര് പറഞ്ഞേക്കന്മാരും മിടുക്കന്മാരൊക്കെ ഉണ്ട് അകത്ത്. ഉലയിലാട്ടിയ അങ്ങനൊന്നും പറയരുതേ. വലുതായിപ്പോ വന്ന പിള്ളേരെല്ലാം വന്നോട്ടെ. ഓൾമോസ്റ്റ് അമ്പത്തൂരൊക്കെ നിന്ന് കളിക്കാൻ കളിയണ്ട. ഇനി ഇങ്ങോട്ടിട്ട് അടിക്കും എല്ലാത്തിനും അവിടെ. എന്താടാ നിങ്ങളൊക്കെ ഇങ്ങനെ ഡാൻസ് പോടാ അതിന്റെ മോനെ. പോയിരി. എടാ വന്നവര് റേഡിയോയിൽ കണക്ട് ചെയ്യാൻ പറ. റേഡിയോയില് ചന്ദ്ര ഒന്ന് വെളിയിലോട്ട് വന്നേ. ചന്ദ്ര ഒന്നിങ്ങോട്ട് വന്നേ. ചന്ദ്ര എനിക്കൊരു കാര്യം ഇവിടെ പറയണം. ഞങ്ങൾ മിസ്റ്റർ എക്സ് ആയിട്ട് ഒരു ഡീല് വെച്ചായിരുന്നു പറഞ്ഞില്ലേ? ടിവിയിൽ ആരെങ്കിലും കണ്ണ് വെളിയിൽ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു ഇത് തരാന്ന് പറഞ്ഞായിരുന്നു അവരൊരു ചാൻസ് ആയിട്ട്. അപ്പൊ നീ ഇതുവരെ വിറ്റ കാര്യങ്ങള് ജസ്റ്റ് ഇന്ന് എന്റെ കൂടെ ഒന്ന് മിസ്റ്റർ എക്സിന്റെ അടുത്ത് വന്നൊന്ന് സമ്മതിക്കണം. അവര് കണ്ടുപിടിക്കാനേ പോണാത്ത കാര്യം നമ്മളെന്തിനാ പോയി പറഞ്ഞു കൊടുക്കണേ? അല്ല അതിൽ ആവശ്യമുണ്ട്, അതുകൊണ്ടാ. ഞാൻ ഒരു കാര്യം ജോക്കി പറ. നമുക്ക് തുടങ്ങാം. അവര് വന്നോണ്ടിരിക്കുന്നുള്ളൂ. ഒരു 5 മിനിറ്റ് കൂടെ. കുറച്ചൊരു കത്തിപ്പോയില്ലേ ജോക്കി അവരോട്? കുറച്ചൊരു കത്തിപ്പോയി. അണ്ണ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വാസനദൂരെ ഒരു കാര്യം അണ്ണ ഞാൻ കാര്യം പറ്റേ. എന്റെ കേസ് അവര് പിടിക്കാനേ പോണില്ല. അതുകൊണ്ട് നമുക്ക് ശരിക്കും വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗണ്ണം കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് പിടിച്ചിട്ട് കൊടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഉണ്ടാവും വേണമെങ്കിൽ. അതെങ്ങനെയുണ്ട് അണ്ണ? എന്നിട്ട് ഞാൻ അണ്ണടുത്ത് വേറെ കാര്യം പറയട്ടാ. അണ്ണ ആലോചിച്ച് നോക്കണം. ഒരു കണ്ണ് നമ്മൾ സിറ്റിസണിന്റെ പിടിച്ചു കൊടുത്ത് എത്ര കണ്ണ് നമുക്ക് ബോണസ് കിട്ടണേ? അതെനിക്ക് അറിഞ്ഞൂടാ, അതിനെപ്പറ്റി അവർ പറഞ്ഞിട്ടില്ല. 5 കണ്ണ് കിട്ടില്ല അണ്ണ. നമ്മള് സിറ്റിസണിന്റെ വല്ല ഇൻഫർമേഷൻ എടുത്ത് കൊടുത്താ നമുക്ക് ആരടുത്തേലും ഒരു 5 പേർക്ക് കണ്ണ് വല്ലതും കൊടുത്തിട്ട് അവരെ കൊണ്ട് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്കൊരു 10, 20, 30, 40 കണ്ണും കിട്ടും. എങ്ങനെയുണ്ട്? നീ എങ്ങനെയാടാ ഒരു മനുഷ്യൻ എങ്ങനെയാടാ ഇങ്ങനെ ജീവിക്കാൻ പറ്റണേ? ഗൺ കിട്ടിയപ്പോരേ നിന്നെ വെറുതെ അല്ലടാ നാട്ടുകാർ കുട്ടിക്കൊരങ്ങെന്ന് ഒറ്റ ബുദ്ധി എന്നൊക്കെ വിളിക്കുന്നേ. കുട്ടികളെ വിളിച്ചാ കൊണ്ടച്ച കൊന്നില്ലേ? ഇതിനൊന്നും വാസ് റൈറ്റ്. ഇല്ല, അവൻ ജീവനോടെ ഇല്ല. കഴിഞ്ഞ കൊന്നിയെ. എടാ മന്ദബുദ്ധി, നമ്മുടെ ഗണ്ണ് നമ്മള് വെളി കൊടുത്ത നമ്മുടെ ഗണ്ണാന്ന് അവർക്ക് മനസ്സിലാവില്ലടാ. നമ്മുടെ കണ്ണല്ല, വേറെ കണ്ണ്. നമ്മള് വേറെ ഗ്യാങ്ങിന്റെ കാശ് കൊടുത്ത് ഞാൻ കണ്ണ് തരും. അന്ന് എത്ര രൂപ വേണം? ഏതൊക്കെ ഗ്യാങ്ങിന്റെ ഇത് വേണം? ടി ജി 5 കണ്ണ് മേടിയില്ലേ? ടി ജിയുടെ പാടാണ്, നോക്കാം. ഇച്ഛായ വന്ന് കഴിഞ്ഞാൽ നടക്കും. അവന്മാർക്ക് കളിക്കാനേ കണ്ടില്ല, അവര് തന്നെ നട്ടറായത് മേടിച്ച കളിക്കണേ. സെറ്റാക്കാം. വേണ എല്ലാരും വന്നു. എല്ലാരും ഇരുന്നടാ. ബാക്കിയുള്ള റേഡിയോ കണക്ട് ചെയ്യടാ. റേഡിയോ ഡെസ്ട്രോ നീയാണോ പാട്ടിട്ടെ? ഇതൊക്കെ എന്ത് പാട്ടാണ് ഡെസ്ട്രോ? ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന
സംസാരിക്കല്ല അതിന്റെ ഇടയ്ക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അല്ല, എനിക്ക് ഷൗട്ട് ഇടാൻ ഞാൻ എടാ എന്റെ കീ ഒരു സെക്കൻഡ് ട്രൈ ചെയ്ത് നോക്കിയോട്ടെ. അല്ല എന്റെ ആ ബട്ടൺ അല്ല, എന്റെ വേറെ ചില സമയത്ത് അത് വർക്ക് ആവില്ല. ഓക്കെ, ഇപ്പൊ കേക്കാലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ ഗോഡ് ഫാദർ വല്ലപ്പോഴും ആൾ വരത്തുള്ളൂ. കാരണം അത് വരാത്തതല്ല, നമുക്കറിയാലോ നമ്മുടെ ബിഹൈൻഡ് ദ ഓപ്പറേഷൻസ് എല്ലാം ഡീൽ ചെയ്യുന്നത് ജോക്കിയാണ്. സോ പുള്ളി അതിന്റെ കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് ഈ കാണുന്നതെല്ലാം നമ്മുടെ ഗോഡ് ഫാദറിന്റെ കമാൻഡേഴ്സ് ആണ് നിങ്ങളെ ചുറ്റും നിൽക്കുന്നത്. സാധാരണ മീറ്റിങ്ങിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബോബോയും മാമൻ അല്ല ബോബോയി കണ്ണാപ്പി അവിടെ സിനിമ എല്ലാം കാണിക്കുന്നുണ്ടോ ആ സൈഡില്? എന്നാ ഇവിടെ ഇപ്പുറത്തെ ഇവിടെ ടേബിളിൽ തറയില്ല, ഇവിടെ കുറെ പേര് തറയിലിരിക്കും, സോഫയിൽ ഇരിക്കുള്ളൂ. പാസ്വർണ്ണ മറ്റേത് പറഞ്ഞില്ല, നമുക്ക് വേണ്ടിയിട്ടാണ് സ്നൈപ്പേഴ്സിന്റെ കാര്യം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, അതെന്തായിരുന്നു നീ തന്നെ പറഞ്ഞു. അതായത് അണ്ണൂന് കണ്ണിന്റെ ഒരു ഇതുണ്ട്. അപ്പോ നമുക്ക് വേണ്ടിട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ സ്നൈപ്പേഴ്സ് ഇമ്പോർട്ട് ചെയ്യാൻ ഷിപ്പിൽ കയറ്റിയിട്ടുള്ളൂ. അപ്പോ അത് നെക്സ്റ്റ് വീക്കോടുകൂടി നമുക്ക് സ്നൈപ്പേഴ്സ് അവൈലബിൾ ആവും, അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് വീക്ക് മാക്സിമം. ഇത് ഓൺലി ഫോർ ടി വി ആയിരിക്കും. എന്തോ വാറിലൊക്കെ എടുക്കാം. ആര് ചോദിക്കാൻ? എന്റെ സർവർ നമുക്ക് മാത്രമേ ഉള്ളൂ അതോ ടിവിക്ക് മാത്രമാണോ? ടിവിക്ക് മാത്രം. അല്ലടാ, എല്ലാ വാറിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ചില വാറുകളിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനത്തെ രീതിയിലുള്ള ഇതാണ്. അപ്പൊ നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. കുറച്ച് നാളായി നമ്മൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചത്. ഇന്ന് എന്നിട്ടും നമ്മൾ കുറച്ച് പേർക്ക് എത്താൻ പറ്റിയിട്ടില്ല. കുറച്ച് പേർക്ക് ആശുപത്രിയിലും കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ മെയിനായിട്ട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇതാക്കാം. നമ്മൾ ഈയിടെയായിട്ട് PvP-യിൽ നല്ലൊരു ഗ്യാപ്പ് വരുന്നുണ്ട് നമുക്ക്, മെയിനായിട്ട് PvP ആക്ടിവിറ്റീസിൽ. സോ അപ്പോൾ വീക്കിലി ഇനി ഒരു മിനിമം ഒരു 2-3 സിറ്റുവേഷൻ എങ്കിലും വീക്കിലി സിറ്റുവേഷൻസ് ഉണ്ടാവണം. അപ്പോൾ PvP-ൽ നമുക്ക് വരുന്ന, അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വേണ്ട പിന്നീടത്തേക്ക് വെക്കുക എന്ന് പറയുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ അതൊന്നും ഇനി ഒഴിവാക്കുന്നില്ല. PvP എടുക്കണം. കാരണം ഇവിടെ PvP കളിക്കുന്ന കുറേ പേർക്ക് സിറ്റുവേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം PvP നമ്മൾ വീക്കാക്കാൻ പാടില്ല. അപ്പോൾ PvP വീക്കിലി ഒരു 2-3 സിറ്റുവേഷൻസ് എങ്കിലും നല്ല റീസണബിൾ ആണ്, നല്ല രീതിയിലുള്ള, അതായത് വൃത്തികെട്ട ചൊറി അവിടെ പോയി ചൊറിയണമെന്ന് ഞാൻ കാണരുത്. അത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിന് നമ്മുടെ ഇവനെ ലോലനുമൊക്കെ ഞാൻ വാണിംഗ് കൊടുത്തതാണ്. സോ അതേപോലത്തെ വൃത്തികെട്ട ചൊറി കൊടുക്കരുത്. സോ നല്ല രീതിയിലുള്ള സിറ്റുവേഷൻസ് എടുക്കുക, അത് ഇതാക്കാതെ നമുക്ക് ഇത് കൊണ്ടുപോകണം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിറ്റിയിലെ ആക്ടിവിറ്റി ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഇടയ്ക്ക് വെച്ച് എല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് വന്നായിരുന്നു. ഇപ്പോൾ വീണ്ടും കുറയുന്നുണ്ട്. പെണ്ണില്ലാത്ത എല്ലാവന്മാരും ഇപ്പോൾ സിറ്റി കയറുന്നില്ല, പെണ്ണുള്ളവന്മാർ മാത്രമാണ് സിറ്റിയിൽ ഇപ്പോൾ കുറച്ച് സമയമെങ്കിലും സ്പെൻഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരും കൂടെ സിറ്റിയിൽ ആക്റ്റീവ് ആവണം, സിറ്റുവേഷൻസിനൊക്കെ ആക്റ്റീവ് ആവണം. പിന്നെ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം, ഇങ്ങോട്ട് സജഷൻ ഒന്നും ആരുടെ ചോദിക്കുന്നില്ല. ആൻഡ് വളരെ റീസണബിൾ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഓൾറെഡി എടുത്തതാണ്. ഇനി തൊട്ട് എല്ലാ മന്തും ഗ്യാങ് ഫണ്ട് കളക്ഷൻ ഉണ്ടാവും, എല്ലാ മന്തിൻ്റെയും. അല്ലെങ്കിൽ ചിലപ്പം വീക്കിലി നിങ്ങൾക്ക് പറയുന്ന എമൗണ്ടിനെ ഞങ്ങൾ ചിലപ്പോൾ വീക്കിലി സ്പ്ലിറ്റ് ആക്കും. ഒരു മാസത്തെ ഗ്രൈൻഡിങ് ടാർഗറ്റ് 35 CR, 35 CR എല്ലാ മാസവും എല്ലാ പ്ലേയേഴ്സും തരണം. ഒരു ദിവസം ഇവിടുത്തെ ആവറേജ് ഗ്രൈൻഡിങ് ടൈം വെച്ച് നോക്കിയാൽ ഒരു ദിവസം 1.5 മണിക്കൂർ മിനിമം, അത്രയും മതി. മാക്സിമം 1.5-1.25 മണിക്കൂറിൽ നിങ്ങൾക്ക് ഈ ഫണ്ട് 30 ദിവസം കൊണ്ട് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. സോ 35 CR ആണ് എല്ലാ മാസവും ഇനി നിങ്ങൾ തരേണ്ട ഗ്രൈൻഡിങ് ടാർഗറ്റ്. ഗ്രൈൻഡ് ചെയ്യണം, ലെവൽസ് കൂട്ടണം, പിടിച്ചു പറിച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചും കൊണ്ടുവരുന്ന എന്താണെന്ന് പറഞ്ഞാലും എൻ്റെ അടുത്ത് ഇനി സംസാരമാണ് RP ആണെന്ന് പറഞ്ഞാലും അത് നടക്കത്തില്ല. ഇത് ഭയങ്കര ഫെയർ ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ മിസ്സായാൽ പോലും അടുത്ത ദിവസം നിങ്ങൾക്ക് 1.5-2 മണിക്കൂർ ഇരുന്ന് കിട്ടാവുന്നൊരു കാര്യമേ ഉള്ളൂ. ആൻഡ് ഇത് ഭയങ്കര കുറവാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള. എന്നാലും ഞാൻ ഗ്യാങ് ആക്ടിവിറ്റി പയ്യെ ഇനിഷ്യലി കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ടാർഗറ്റ് തന്നേക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പം ഭയങ്കരമായിട്ട് ഇത് കുറവാണ്, ടാർഗറ്റ് കുറവാണ്. അപ്പോൾ 35 CR ഒരു മാസം. അപ്പോൾ അത് ചിലപ്പോൾ വീക്ക്ലി, ചിലപ്പോൾ നമ്മളത് കളക്ട് ചെയ്യും, ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും കളക്ട് ചെയ്യണത്. അത് അതിനനുസരിച്ച് പറയാം. ആൻഡ് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, TVയുടെ കോ ലീഡർ സ്ഥാനത്ത് നിന്ന് ചന്ദ്രനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് 1 മാസത്തേക്ക്. സോ ചന്ദ്രന്റെ റീസെന്റ് ഉള്ള കുറച്ച് ആക്ടിവിറ്റീസ്, ചന്ദ്രന്റെ റീസെന്റ് ഉള്ള കണ്ണാപ്പി
ചന്ദ്രന്റെ റീസെന്റ് ഉള്ള കുറച്ച് ആക്ടിവിറ്റീസ്, ഗ്യാങ്ങിന്റെ ഇവിടെ ഒരു ഡെക്കോറും, ഇവിടെ ഒരു ഹൈറാർക്കിയും, ഇവിടെ ഒരു ഡിസിപ്ലിനും ഉണ്ട്. ആ ഡിസിപ്ലിനെതിരെ ഇനി ആര് ബിഹേവ് ചെയ്താലും ഇത് തന്നെയായിരിക്കും ഡിസിഷൻ ഉള്ളത്. അത് ലീഡറിന്റെ സൈഡിൽ നിന്ന്, ഗോഡ് ഫാദറിന്റെ സൈഡിൽ നിന്നുള്ള ഡിസിഷൻ ഇത് തന്നെയായിരിക്കും. വലിയ തെറ്റൊന്നും ചന്ദ്രൻ ചെയ്തെന്നല്ല പറയണത്, ബട്ട് സ്റ്റിൽ അതൊരു ഗ്യാങ്ങിന്റെ ഡിസിപ്ലിൻ എതിരായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ചന്ദ്രനെ നമ്മൾ 1 മാസത്തേക്ക് ഗോ ലീഡർ സ്ഥാനത്തു നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അതുപോലെ ഈ ഒരു സസ്പെൻഷൻ ടൈമിൽ പി ഡി ആക്ച്വലി ചന്ദ്രനെതിരെ ഒരു അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രനെ അവർ കൊണ്ടുപോയേ അടങ്ങും. ഈ വട്ടം എന്തായാലും നമുക്ക് ചന്ദ്രനെ കൊടുക്കാൻ താല്പര്യമില്ല. ചന്ദ്രനെ കൊണ്ടുപോയേ അവന്മാർക്ക് പറ്റുള്ളൂ എന്നുള്ളൊരിതുണ്ടെങ്കിൽ നമ്മളെ അടിച്ചിട്ട് അവന്മാർ കൊണ്ടുപോയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും സിറ്റിയിൽ ഉണ്ടാവണം. ചന്ദ്രൻ ഇവിടെ ഉള്ള സമയത്ത് ചന്ദ്രൻ്റെ ഒരു കാര്യം നോക്കുക എന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. സോ അതും കൂടി നോക്കണം. ആൻഡ് പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പി ഡിയുടെ കാര്യം ഞാൻ എതിർത്ത് പറഞ്ഞെങ്കിലും നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയുകയാണ്. പി ഡിയിലുള്ള ഓഫീസേഴ്സിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യണം. കാണുമ്പോൾ എടാ പോടാന്ന് വിളിക്കാനുള്ള റൈറ്റ് നമുക്കാർക്കും ഇല്ല. നമ്മുടെ സിറ്റിസൺസിനെയും നമ്മുടെയും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഈ സിറ്റിയിലുള്ളത്. സോ അവരെ കാണുമ്പോൾ ഒരു ബേസിക് റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഇതാണ്. ചാടി കയറി എടാ പോടാന്നും ഇതൊന്നും വിളിക്കില്ല. നിങ്ങളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ചെയ്തോ, കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം അതിനകത്ത് കുറേ നല്ല ഓഫീസേഴ്സ് ഉണ്ട്. അല്ലാത്ത പക്ഷം അവരെ കയറി ചുമ്മാ എടാ പോടാന്നും ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും ഇതാക്കാനും നിൽക്കരുത്. പിന്നെ വേറെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഈ ആക്ടിവിറ്റിയുടെ കാര്യം, അതെല്ലാവരും ഒന്നുകൂടെ ഒന്ന് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ലോയൽറ്റി പോയിന്റ്സ് വേണം. നമുക്ക് ഈ PvP ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും ഈ PvP കിട്ടണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ടർഫ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ സിറ്റിയിൽ ആക്ടിവിറ്റി വേണം, ലോയൽറ്റി പോയിന്റ് വേണം. ഈ ലോയൽറ്റി പോയിന്റ് ഇല്ലാതെ എൻ്റെ അടുത്ത് PvP ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇനി ഞാൻ എന്തെങ്കിലും പറയും. അപ്പോൾ കാരണം നിങ്ങൾ ആക്റ്റീവ് ആയാലേ കാർഡ്സ് കിട്ടത്തുള്ളൂ. ആ കാർഡ് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് ഇതാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ? ഇത്രയും കാര്യങ്ങൾ എനിക്ക് അഡ്രസ്സ് ചെയ്യാനുള്ള മെയിൻ കാര്യങ്ങൾ ഇത്രയായിരുന്നു ഒരു മീറ്റിങ്ങിന്. ആൻഡ് ഇത് വരാത്ത മെമ്പേഴ്സിൻ്റെ അടുത്തുകൂടി ഒന്ന് പറഞ്ഞേക്കണം. പിന്നെ അടുത്തത് വേറെ എന്താ, അപ്പാപ്പൻ എന്തെങ്കിലും പറയണ്ടോ? ഞാനാ വാസുവിനെ എല്ലാം പറഞ്ഞല്ലോ, വാസുവൻ തന്നെ കവർ ചെയ്തല്ലോ. അല്ല അപ്പാപ്പനായിട്ട് വേറെ എന്തെങ്കിലും, ഇത് ഗ്രൈൻഡിങ് ടാർഗറ്റ് കൂടുതൽ വല്ലതും ആണോ 35 CR? ഗ്രൈൻഡായിട്ട് ടാർഗറ്റ് കൂടുതലല്ല, കാരണം ഇതിന് മുന്നത്തെ ഒരു ഗ്രൈൻഡിങ്ങിന് എനിക്ക് തോന്നുന്നു എല്ലാരും അത്യാവശ്യം ട്രക്ക് ജോബ് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സുഖമാണ്. കാരണം സിറ്റിയിൽ വെറുതെ നിന്നാൽ പോലും ഒരു 1 CR ഒരു 2 അവർ കിട്ടും അവർക്ക്. മറ്റേ ഹണി അതാ ഹണിയും പാസീവ് ജോബ് ഉണ്ട് വാസുവിനെ. അതായത് അതും വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് പൈസ കിട്ടുന്നുണ്ട്. ഹണി 1 മണിക്കൂറിന് എത്ര ഒരു മണിക്കൂറിന് 1 കോടി. അതാ പറഞ്ഞ 1 മണിക്കൂർ നിന്നാൽ അപ്പൊ 30 ദിവസം വെറുതെ നിന്നാൽ തന്നെ 30 കോടി രൂപ കിട്ടും. വാസുവിന്റെ ഗ്രൈൻഡിങ് ടാർഗറ്റ് നമുക്ക് 50 കൂട്ടാം കേട്ടോ. ഈ മന്ത് അണ്ടിൽ നെക്സ്റ്റ് മീറ്റിംഗ് 35 ആയിരിക്കും ടാർഗറ്റ്. അത് അനുസരിച്ച് നമുക്ക് പയ്യെ ഇതാക്കിയേക്കാം. പിന്നെ ഒരു കാര്യം അഡ്രസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, TVക്ക് ഹൈറാർക്കി, ഗോഡ് ഫാദർ, ലീഡർ, കോ ലീഡർ, അത്രേ ഉള്ളൂ. അതിന്റെ താഴോട്ട് ഗാർഡിയനും കൂടിയനും മറ്റേതൊന്നും ഇല്ല. മനസ്സിലായ? ഇത് ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് വെൽ റെസ്പെക്റ്റീവ് ആയിട്ട് ഏൺ ചെയ്തിട്ടുള്ള ഒരു ഗാർഡിയൻ നമുക്ക് ഓൾറെഡി TVക്കകത്ത് പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ കറന്റ് നമുക്ക് അങ്ങനെ ഗാർഡിയനും അതൊന്നും ഇല്ല. ഈ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഗാർഡിയൻ ആണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തം വരുവാണെങ്കിൽ തുപ്പി തൂറി മുഖത്ത് എഴുതി കൊടുക്കണം കേട്ടല്ല. അങ്ങനെ ഒരു ഹൈറാർക്കി TVക്കകത്ത് ഇല്ല. എന്റെ പേര് പറഞ്ഞത് ഞാൻ നിന്റെ പേര് പറഞ്ഞില്ലേ? അവൻ പറഞ്ഞു LX2. ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ, എനിക്ക് ഇത്രയും ദിവസം നമ്മള് ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നിട്ട് ഇപ്പൊ റീസെന്റ് ആണ് സസ്പെൻഷൻ വാങ്ങിച്ചത് ചന്ദ്രനെ. എന്നാലും ഒരു കോ ലീഡർ എന്നുള്ള രീതിക്ക് ചന്ദ്രന് സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. സോ ചന്ദ്ര സംസാരിക്കാൻ വേണ്ടി വരാം. Guys, 17K watching the stream. Let's go. Welcome. മാന്യ സദസ്സിന് വന്ദനം. അപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് ഗാഡിയിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ചില ഫേക്ക് ഗാഡിയൻസ് കുറച്ച് നാളായിട്ട് ഇവിടെ നമ്മളാരും ഇല്ലാത്ത സമയത്ത് അധികാരം ഉപയോഗിച്ച് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നടത്തി നിറഞ്ഞു. അതിന്റെ പേരിലാണ് പറയുന്നത്. ഫേക്ക് ഗാർഡിയൻസ് ഒന്നും ഇവിടെ ഇല്ല. കണ്ണാപ്പി എന്തെങ്കിലും ഗാർഡിയനായിട്ട് എന്തെങ്കിലും ഇതായിരുന്നോ?
അങ്ങനത്തെ ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും? ഇല്ല അങ്ങനത്തെ ആഗ്രഹം വി ആർ ഓൾവേസ് പ്രൈം. പിന്നെ വേറെ പറയാനുള്ളത് സസ്പെൻഷൻ. ഞാൻ ഇതൊരു നല്ലൊരു സസ്പെൻഷൻ ആയി കണക്കാക്കി തെറ്റുകളൊക്കെ തിരുത്തി അല്ലെ അണ്ണാ? അതെ അതെ. പൂർവാധികം ശക്തിയോടുകൂടെ തിരിച്ചു വരുമെന്ന് അറിയിച്ചു കൊള്ളുന്നു. നല്ല രീതിയിൽ നമുക്ക് സിറ്റിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ജയ് ഹിന്ദ്. നമുക്ക് മാമന്റെ കാര്യം ഒന്നാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്ത് ചെയ്യാൻ? സ്ലോട്ട് മാമന്റെ കാര്യത്തിന്റെ സ്ലോട്ടിന്റെ കാര്യമൊക്കെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തോളാം കണ്ണാപ്പി കേട്ടാ. നിന്റെ റെക്കമെൻഡേഷൻ വേണ്ട, റെക്കമെൻഡേഷൻ വേണ്ട. സിറ്റിയിൽ ആക്റ്റീവ് ആവുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് നോക്കിയിട്ട് ആക്ടിവിറ്റി നോക്കിയിട്ട് ഞാൻ ചെയ്തോളാം. നിന്റെ സ്ലോട്ട് ആദ്യം നീ പോവാതെ നോക്കിയാൽ മതി. നീ എന്നിട്ട് മതി മാമന്റെ സ്ലോട്ട് ഇതിനകത്ത് ഇടുന്ന കാര്യം. മാമന്റെ അടുത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സിറ്റിയിൽ എത്ര നാൾ ആക്റ്റീവ് ആവണമെന്ന്. ആക്റ്റീവ് ആവുമ്പോൾ മാമനെ എടുത്ത് സ്ലോട്ട് ഇട്ടോളാം. ഇവൻ എന്തിനാ മാറിയിരിക്കുന്നേ മാമൻ? മാംസ് മാമന്റെ കാര്യത്തിലുള്ള ഡിസിഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞാണല്ലോ. ഇപ്പൊ കറന്റ് നിന്നെ സ്ലോട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ മാമനെ ഇടട്ടെ കണ്ണാപ്പി? അല്ല ഞാൻ ഇടട്ടെ, ഞാൻ ചോദിക്കും. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കണ്ണാപ്പിയെ കൊണ്ട് എന്താണ് ഗാങ്ങിന് ഉപകാരം? അല്ല അങ്ങനല്ല. കണ്ണാപ്പി ആസെ കൂട്ടുകാരൻ മാമന്റെ നല്ലൊരു ഫ്രണ്ട്. അവന് വേണ്ടിയിട്ട് നിനക്ക്, അതായത് മാമൻ ഈ ഒരു സ്ലോട്ടിൽ കയറി അത് നല്ല രീതിയിൽ വിനിയോഗിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ നീ ഇപ്പം പറഞ്ഞത്. അപ്പൊ അല്ലല്ല അങ്ങനല്ല കണ്ണ അങ്ങനല്ല. അത് നിനക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് ഇല്ല. ഞാൻ കാര്യമായിട്ട് പറയണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഓപ്ഷൻ അത് ഓക്കെ ആണോ? കണ്ണാപ്പി മാമന്റെ അടുത്തുള്ള ഡിസ്റെസ്പെക്ട് കൊണ്ടോ വേറെ ഒന്നും കൊണ്ടല്ല അവനെ ഇവിടെ സ്ലോട്ടില്ലാത്ത ആർക്കും. മനസ്സിലാണ്ട ഇനാക്റ്റീവ് അല്ല, എന്തെങ്കിലും സ്ലോട്ട് ഉണ്ടെങ്കിൽ ഇടാനാണ്. ഇപ്പൊ 35 ഔട്ട് ഓഫ് 35 പൊക്കോണ്ടിരിക്കുന്നേ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇതിനകത്ത് നിന്ന് ആരെ മാറ്റണ്ടേ അത് പറ. അതാണ് ഞാൻ എന്റെ ചോദ്യം. അപ്പൊ ഇതിനകത്ത് ഓരോരുത്തരും ചോദിക്കുമ്പോ ഞാൻ ഇന്ന് ആക്റ്റീവ് ആവും നാളെ ആക്റ്റീവ് ആവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനപ്പോ അതിൽ നിന്ന് ആരെ എടുത്ത് മാറ്റണം? അവനൊരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് വരുന്നേ. അപ്പോ ഇതിനകത്ത് ഇപ്പൊ കറന്റ്ലി ഉള്ള ലിസ്റ്റിനകത്ത് നിന്ന് ആൾക്കാരെ മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനത് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഞാൻ ഇപ്പൊ കെവിന്റെ കാര്യത്തിലാണ് ഞാനിപ്പോ ഒരു ഫൈനൽ ഡിസിഷൻ അവന്റെ അടുത്ത് ചോദിക്കാൻ വെച്ചിരിക്കുന്നതാണ്. അതോടെ കൺഫേം ആയിട്ട് വേണം എനിക്ക് മാമന്റെ കാര്യത്തിലൊരു ഡിസിഷൻ എടുക്കാൻ. പക്ഷെ മാമൻ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റി ഒന്നും സിറ്റിയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. മാമ ഉണ്ടെന്ന് പറയണേ എന്താ മാമ? 2-3 ദിവസം നീ ഉണ്ടാവും, അടുത്ത 4 ദിവസം നീ ഉണ്ടാവൂല. ഇതുവരെ നീ നിന്റെ തത്സമയം പോലും റെഗുലർ 10 ദിവസം 15 ദിവസം നിനക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ല മാമ ഇല്ല. എന്റെ അടുത്ത് അങ്ങനെ പറയണ്ട. എനിക്കറിയാം കറക്റ്റ് ആയിട്ട് എല്ലാവരുടെയും കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിന്നെ മാത്രമായിട്ട് ഇത് ഇപ്പൊ ഡിസ്കസ് ചെയ്താ ഇങ്ങനെ ആവുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ മീറ്റിംഗിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാത്തത്. അത് ഈ ബുദ്ധിയില്ലാത്ത വാണമൊക്കെയാണ് ഈ സബ്ജക്ട് ഇപ്പൊ എടുത്തിട്ടത്. ഞാനൊരു കാര്യം പറയാം ഗൈസ്. ഈ സാധനം ഇവിടെ ഡിസ്കസ് ചെയ്ത ചാറ്റിലുള്ളവർ ഓരോരുത്തരുടെ പേര് പറയും. ഓരോരുത്തരെ ഇത് മാറ്റ് ഗൈസ്. അത് ഈ ഇൻ ബിറ്റ്വീൻ ഒരു ക്ലാഷ് ഉണ്ടാക്കാൻ നല്ലൊരു പോസിബിലിറ്റി ഉള്ള ഒരു സാധനമാണ്. അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ ചാറ്റ് പറഞ്ഞിട്ട് ഡിസിഷൻ എടുത്തു എന്നുള്ള ഒരു സാധനം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. അത് ചെയ്യത്തില്ല ഞാൻ അങ്ങനെ. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാത്ത. അവന്റെ ആക്ടിവിറ്റി നോക്കിയിട്ട് ഇവന്മാരെല്ലാം നല്ല മടി കാണിക്കുന്നുണ്ട്. അപ്പൊ റെഗുലർ ആയിട്ട് കുറച്ച് ദിവസം വരുന്ന സമയത്ത് വരുമ്പോ എടുത്ത് സ്ലോട്ടിൽ ഇടാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ചന്ദ്ര നീകൻ എന്താ വരാത്ത മീറ്റിങ്ങിനൊന്നും? ഒരു മിനിറ്റ് ഞാൻ കുറച്ച് സംസാരിക്കട്ടെ. അപ്പം ഗ്യാങ്ങിന് മൊത്തത്തിലുള്ള ചോദ്യമാണ്, കണ്ണാപ്പിയെ കൊണ്ട് ഈ ഗ്യാങ്ങിൽ എന്താണ് പ്രയോജനം എന്നുള്ള ആരും റിപ്ലൈ തരുന്നില്ല. പണ്ട് 2 വള്ളിയെങ്കിലും എടുത്തു വരുന്നു. അതിന് കുറവൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട് ജോക്കി, നല്ല മാറ്റമുണ്ട് ഇവന്. അതായത് മെച്ചൂരിറ്റി ഉണ്ടല്ലേ, പണ്ടത്തെ പോലല്ല. KVക്കൊക്കെ എതിരെ സിറ്റുവേഷൻ എടുക്കരുതെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ സിറ്റുവേഷൻ ഒക്കെ സോൾവ് ചെയ്യുന്ന വിധത്തിൽ വരെ എത്തി. സാധാരണ ജോക്കി ഇവന്റെ ആരിൽ ഇപ്പൊ മാമന്റെ ആരിൽ ചന്തിക്ക് പിടിച്ചാലോ എന്തിനു പിടിച്ചാലും സിറ്റുവേഷൻ എടുക്കുന്നവനാണ്. പക്ഷെ മാമന് ഒരു മിനിറ്റ് ആ തപസ് ചെയ്യുന്ന പയ്യൻ മീറ്റിംഗിലോട്ടൊന്ന് ഫോക്കസ് ചെയ്യണേ. സാധാരണ എല്ലാത്തിനും സിറ്റുവേഷൻ എടുക്കുന്നവനാണ്. ഇപ്പൊ നമ്മൾ ഈ KV ഒക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായപ്പം അതിന് അവന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാത്തിരുന്നതിനകത്ത് ഇവൻ പോയി സോറി പറഞ്ഞത് സോൾവ് ചെയ്തു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. മനസ്സിലായത്? എന്ത് ഗാർഡിയൻ? എന്താണ് ഗാർഡിയന്റെ സ്പെല്ലിംഗ്? ഇല്ല ബോബോയ്.
ഇവിടെ അങ്ങനെ എന്താണ് ഒരു ആരാധില്ല. ഗാർഡിയൻ? പിന്നെ ഞാൻ ഒരു കാര്യം പെണ്ണുങ്ങളുടെ നേരെ തല്ലുകൊള്ളുന്ന ഇവനെയൊക്കെ പിടിച്ച് ടിവിയുടെ ഗാർഡിയൻ ആക്കുന്നതിന് പേരെ ഞാൻ ഈ ഗ്യാങ് ഡിസ്മാൻഡിൽ ചെയ്യുന്നതാ. മനസ്സിലായ? അതിനൊക്കെ ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ട്. ഞാൻ അവർക്ക് കൊടുത്തോളാം. വണ്ണേണ് തോറ്റത് ഇപ്പോഴും നീ അങ്ങ് എല്ലാരും മറന്നുപോയോ? എനിക്ക് അൽഷിമസ് ഉണ്ടോ? എനിക്ക് അൽഷിമസ് ഉണ്ടോ? എനിക്ക് അണ്ണുവിന്റെ ബീഫാത്തും ഇല്ലേ ഇത്? ജോക്കിയുടെ ബേബി പാത്തില്ലേ? എന്റെ ബീവി അവളുടെ വരെ അടി മേടിച്ചിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി യു ആർ ഓൾമോസ്റ്റ് വെൽക്കം ടു വാക്ക് അവേ ഫ്രം ദിസ് മീറ്റിംഗ്. ഇറങ്ങി പോടാ മൈരേന്നാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് സ്വന്തമായിട്ടല്ലേ ഇപ്പൊ പറ്റത്തുള്ളൂ. ഗേൾ ഫ്രണ്ട്സ് ഉള്ള എത്ര പേരുണ്ടെന്ന് വെച്ചാൽ എണ്ണിച്ചാൽ നന്നായേനെ. ഒന്ന് രണ്ട് എല്ലാരും നാണ്ട ആ ലൈനിലൊന്നും അവിടെ അപ്പുറത്തൊന്നും ഉള്ളവർ അപ്പുറത്തൊന്നും പോയിരിക്കണം. ചന്ദ്രൻ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ്. എന്തുവാ ഇത്? നിന്നെ പറയുന്നുണ്ട്, നിന്റെ കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയുന്നുണ്ട്. 1 2 3 4 5 6 7 8 പേർക്ക് ഇവിടെ പെണ്ണുണ്ട്. ബോയ്ഫ്രണ്ട് അതൊന്നും എനിക്ക് അറിയണ്ട. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി നിനക്കൊന്നും ഈ ഗ്യാങ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനോ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനോ ഒന്നിനും നിങ്ങൾക്ക് ഒരു ശുഷ്കാന്തിയില്ല. രാത്രി ആവുന്ന സമയത്ത് തോളെ കെട്ടി മറ്റേ ഫ്ലോട്ടിനകത്ത് മറ്റേ ശിവൻ ഇരിക്കുന്ന കണക്ക് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് സഞ്ചരിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. മന്ദാരം ഇങ്ങോട്ടൊന്ന് വന്നേടാ. മന്ദാരം നിനക്ക് ഓൾറെഡി നിന്റെ നെഞ്ചത്തൊരു പൂച്ചയുണ്ട്. രാത്രി ആകുമ്പോ ഈ പൂച്ച മൂലത്തിൽ പോവും, പെണ്ണ് ഫ്രണ്ടി വരും. അല്ല ഇതെന്താണ് ഇതിന്റെ ഒരു ഗുട്ടൻസ് എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതെന്താണ് സംഭവം? ഈ ഗ്യാങ്ങില് കേറുന്നതിന് മുന്നേ നിന്റെ അടുത്തൊക്കെ എഴുതി വാങ്ങിച്ചിട്ടുള്ളതാണ് പെണ്ണ് പാടില്ല, ഗ്യാങ് ഹൗസിൽ പെണ്ണ് കയറ്റരുത് എന്നുള്ളത്. നമ്മള് പ്രോപ്പർലി ഫാമിലി ഡ്രിവൺ ഒരു ഗ്യാങ് ആണ്. മനസ്സിലായോ? നാം ഒന്ന് നമുക്കൊന്ന്. മനസ്സിലായോ? അതിന്റെ ഇടയ്ക്ക് കയറ്റിയിട്ട് നീയൊക്കെ ഈ രാത്രി ഈ കാണിക്കുന്ന കൂത്താട്ടം എന്താന്ന് എനിക്ക് സീരിയസ്ലി മനസ്സിലായില്ല. പ്ലീസ് എക്സ്പ്ലെയിൻ. ഞാൻ പലവട്ടം ഞാനത് വാൺ ചെയ്തിട്ടുള്ള. നിങ്ങൾ ഗോഡ് ഫാദറോട് സംസാരിച്ചു, എനിക്ക് അറിഞ്ഞൂടാ. ഒരു സെക്കൻഡ്. കണ്ണാപ്പി ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല അണ്ണ അണ്ണുവിന്റെ കൂടെ നിക്കണം കേട്ടാ. കാരണം നമ്മൾ മാറിക്കഴിഞ്ഞാൽ അവന്മാരെ ഇറക്കി നിൽക്കും. ഈ ഇളക്കം എന്തുവാന്ന് എനിക്ക് മനസ്സിലായില്ല. ജുഗ്രു എന്തിയാടാ? ജുഗ്രു ഞാൻ പറയണ പുതിയ പിള്ളേരല്ലേ കുറച്ച് നമുക്ക് ഈ ജുഗ്രു എന്തിയാടാ? ജുഗ്രു ഇങ്ങോട്ട് വന്നേടാ. നീ എന്നെ ഒരു ജുഗ്രു നീ എന്നെ ഒരു സഹോദരനായിട്ടല്ലേ കാണുന്നേ? അച്ഛന്റെ എടാ എനിക്ക് ഇപ്പൊ ഒരു 4 ഉമ്മ, ഒരു 4 ഉമ്മനാടാ. സഹോദരൻ 4 ഉമ്മ. ഞാൻ ഇടയ്ക്ക് ഞാനൊരു പുള്ളി വഴി അറിഞ്ഞ നമുക്ക് ഇവിടെ കുറച്ച് സ്പൈ ഉണ്ട്. എടാ നീ ഈ രാത്രി പടി കയറി മറ്റേ പടനി പോന്ന കണക്ക് കയറി ഏതെങ്കിലും മലയുടെ മുകളിൽ പോവും, എന്നിട്ട് അവിടുന്ന് ഒരു പെണ്ണിനെ തോളത്തുനിന്ന് ഇറക്കും. നീ എന്താണ് എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിന് ഒരു ഇതുണ്ട്. മനസ്സിലായോ? ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു ക്വാളിറ്റി. അല്ലാണ്ട് ഈ മലയുടെ മുകളിൽ പോയിട്ട് മറ്റേ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഉമ്മക്ക് എങ്ങനെ ചോദിക്കാണ്ട് ഉമ്മ പിന്നെ വേറെ ഭാഷ ചോദിക്കാൻ പറ്റുമോ?
എന്തിനാണ് ഈ രാത്രി പാതിരാത്രിയിലൊക്കെ മലയുടെ മുകളിൽ പോയിട്ട് ഉമ്മ വയ്ക്കുന്നേ? ജോക്കി ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എനിക്ക് അതൊന്നും അറിയണ്ട. ഇപ്പോഴത്തെ പിള്ളേരോ അപ്പുറത്തെ പിള്ളേർ ഇവന്മാരൊക്കെ ഇറങ്ങിപ്പോട്ടെ, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ ജോക്കി നമുക്ക് അവരെ. ബോബി നീ പൊക്കോ. സ്വന്തം ഭാര്യ ജോക്കിയല്ലേ? ബോബി വന്നേടാ. നമ്മുടെ കോലീഡറിന് ഇവനെ ആവശ്യത്തിന് ലുക്കും എല്ലാം ഉണ്ട് ഇല്ലേ ചന്ദ്രന്? എന്നിട്ട് ഇവൻ ഒരു പെണ്ണ് കെട്ടാത്ത ഒരു കൊച്ചിനെ ദത്തെടുത്ത് വളർത്തുന്നില്ലേ? ഇല്ലല്ല കെട്ടി കേട്ടിട്ടില്ല. ഇവിടെ വന്നപ്പോ ഞാൻ ആദ്യം പറഞ്ഞത് എന്റെ അടുത്ത് ഒരുത്തം വന്ന് പറഞ്ഞത് അണ്ണന്റെ ഗാങ്ങിലെ മോബി എന്ന് പറയുന്ന ഒരു പെണ്ണുമായിട്ട് റിലേഷൻഷിപ്പായി. ആ പെണ്ണ് ഇപ്പൊ പ്രഗ്നന്റ് ആണ്. എടാ ഇതൊക്കെ എന്തുവാടാ സത്യം പറഞ്ഞ? ഇത് TV എന്ന് പറയുന്നൊരു ഗാങ്ങിന്റെ ഒരു സാധനത്തില് ഇത് എന്താടാ ഇപ്പൊ? ഇത് രാത്രിയാകുമ്പോ മല കയറ്റം, തോളിൽ കയറ്റം, പിന്നെ ആവുമ്പോ പ്രഗ്നൻസി, ഇതൊക്കെ ഒരു ഗാങ്ങിന്റെ ഒരു ടോട്ടൽ ഓറ തകർക്കുന്ന സാധനങ്ങളാണ്. മനസ്സിലായോ ജോക്കി? പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോക്കി, ഇവന്മാരാരും ഇതുവരെ ഒരു പെണ്ണിനെ പോലും നമ്മുടെ ഗ്യാങ് ഹൗസിൽ കൊണ്ടുവരുമോ? അതൊന്നും എനിക്ക് അറിയണ്ട. ഇത്രയും റോഡിനകത്ത് നടന്ന വീടും മരവും കിടക്കുന്ന സമയത്ത് ഗാങ് ഹൗസിൽ കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു ഇതാണ് ഇത് പോയിന്റ്. ഗാങ് ഹൗസിൽ കൊണ്ടുവന്നില്ല, ഇതെന്ത് ഹോട്ടലോ അല്ലോ ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ? പറഞ്ഞ ഉടനെ പറയാം ഗാങ് ഹൗസിൽ കേട്ടിട്ടില്ല ജോക്കി. നമ്മൾ പണ്ട് തൊട്ടേ എടുത്തൊരു ഡിസിഷൻ ആണല്ലോ ഗ്യാങ് ഹൗസിനകത്ത് പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത്. അത് നമ്മൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് അത് അനത്തൊക്കെ കയറ്റി കഴിഞ്ഞാൽ അപ്പൊ പുറത്താക്കും, അത് വേറെ കാര്യം. സീരിയസ്ലി ഞാൻ പറയുക എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇതിനകത്ത് നമുക്ക് ഈ പെണ്ണുങ്ങളുമായിട്ടുള്ള എനിക്കറിയാം പ്രായത്തിന്റെ ഓരോരോ ചഞ്ചലകളും മറ്റേതും മറിച്ചതും ഒക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നും പറഞ്ഞിട്ട് ഈ രാത്രി മലകയറ്റം ഒന്ന് ശരിക്കും കുറയ്ക്കണം. ഞാൻ സിറ്റിയിലുള്ള സമയത്ത് ഈ മല കയറുന്നത് കണ്ട ഉറപ്പായിട്ട് സ്പോട്ടിൽ ആ പെണ്ണിനെ വെടിവെച്ചിടും, നിന്നെ വെടിവെച്ചിടും, ഗ്യാങ്ങിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അപ്പം ഈ മലകയറ്റവും ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട്, അല്ല ഇവൻ എന്തോ ഈ കാലും കവച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ എന്തോ വല്ല കുന്തം പിടിച്ചിരിക്കുന്ന ലുട്ടാപ്പിയാന്നോ? കണ്ണാപ്പി. അപ്പം ഇത് കുറച്ചിട്ട് ഗ്യാങ്ങിന്റെ പെർഫോമൻസ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മുഖ്യമായ ഒരു സാധനം. അല്ല ജോക്കി ഒരു മിനിറ്റ് ജോക്കി റിലേഷൻഷിപ്പ് ഉള്ളവരെല്ലാം അവിടെ പോകാൻ പറയുമ്പോ മുച്ചിരി അവിടെ പോയി അവനൊന്ന് വിളിച്ചു ജോക്കി. അവനെ വിളിച്ചിട്ട് ആ റിലേഷൻഷിപ്പിന്റെ ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞു. എടാ PL 40 ദേവി അടിച്ചു പോവല്ലേ സിറ്റി. എന്തൊരു അവസ്ഥയാടാ സിറ്റി പോല അപ്പാപ്പനല്ലോ പ്രാർത്ഥിക്കണേ. ഹലോ പറയടാ എന്തേ? അല്ല നീ റിലേഷൻഷിപ്പ് ഒരു മിനിറ്റ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ എപ്പോഴും നാക്ക് പുറത്തിട്ട് എടുക്കുന്നവനെ കടുവത്സാന്നാ വിളിക്കുന്നത്. നാക്ക് പുറത്തോട്ട് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുവാ ഇങ്ങനെ ഭയങ്കര ചൂട് അതിനോണ്ട് പുറത്തിട്ടെ. ചൂടെടുക്കുന്ന എല്ലാം നീ പുറത്തിടും. അപ്പൊ ഇച്ചിരി ഈ റിലേഷൻഷിപ്പ് ഉള്ളവർ അപ്പുറത്ത് വന്നപ്പോ മോൻ എന്തിനാണ് അപ്പുറത്ത് പോയേ? ഞങ്ങൾക്കുണ്ടല്ലോ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് ഒന്നും ഐശ്വര്യ ഇന്നലെ 18 വയസ്സായി അതിനോണ്ട് റിവീലാക്കാൻ. ഐശ്വര്യയൊക്കെ ഏതാ? ഐശ്വര്യ രണ്ട് പെണ്ണ്. ഐശ്വര്യ ഏത് പെണ്ണ്? അങ്ങനെ ഐശ്വര്യ ഇന്നലെ 18 വയസ്സായി അതിനോണ്ട് റിവീലാക്കാണ്ട് നിന്നെ റിവീലാക്കാന്ന് വിചാരിച്ചു. വണ്ടി വല്ലോ? അല്ല 18 വയസ്സ് ഞങ്ങക്ക് 18 വയസ്സായിനല്ലോ, അപ്പൊ അത് പോക്സ് ആവുമല്ലോ. നിനക്ക് ബോക്സ് അല്ലെങ്കിൽ നമ്മൾ അമ്മയ്ക്കണ്ടേ ഈ ഗ്യാങ്ങിന്റെ ഇത് വേറൊരു കാര്യം, ദേവൂട്ടന്റെ ഒരു പടം വെക്കണം കേട്ടോ. ദേവൂട്ടന്റെ ഒരു പടം വെക്കണം. കുട്ടിയുടെ പടം കൊണ്ട്. അപ്പൊ മുച്ചിരി ഞാൻ ഒരു കാര്യം പറയട്ടെ സീരിയസ്ലി, എന്താണ് മുച്ചിരി ഗ്യാങ്ങിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല. പിന്നെ എന്തോ ഇവിടെ നിൽക്കുന്ന ഇറങ്ങി പോകൂടെ? നിന്നെ ഗ്യാങ്ങിൽ എടുത്തതിന് പിന്നിൽ സ്ലോട്ടിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഒരു ഇത് കാണുമല്ലോ, മനസ്സിലായോ? ഒരു മോട്ടിവേഷൻ അല്ല, ഒരു ഔചിത്യം കാണുമല്ലോ നമുക്ക്. എന്തിനാ ഗ്യാങ്ങിൽ എടുക്കുന്നേ? ഔചിത്യം കത്തിപ്പോയേ.
ഞാനൊക്കെ 45 PL ഇവിടെ ഇരിക്കുന്നേ. നീ 60 ML അടിച്ചിട്ടിരിക്കാന്ന് എനിക്ക് അപ്പഴേ അറിയാം. അത് PL അല്ലെന്ന് എനിക്കറിയാം. 80 കുറഞ്ഞ് 30 അടിച്ചു. എനിക്ക് 36 30 ദർശനെ വിളിക്കുന്ന അതാരടാ പാട്ടിട്ടത്? ഗോഡ് ഫാദർ ഒക്കെ വന്നിട്ട് പോവും. ഞാനിവിടെ ഡെയിലി വരും. അത് മനസ്സിലാക്കിക്കോണേ. ഞാൻ കത്തിയതേ ഇല്ല. സ്റ്റാമ്പേഡ് ബെസ്റ്റ് നെറ്റ്വർക്ക്. ഞാൻ കല്ല് പോലെ ഇരിക്കുമല്ലോ കേരള വിഷയം. 85 PL കരിങ്കട്ട. ഞാൻ കത്തിയില്ലടാ. ഓ സർവർ ഒന്നും അതൊരു കാര്യം പറയട്ടെ. ഞാൻ സെർവർ നോക്കി പോവേ. അതല്ല ഇവ ദർശനയ്ക്ക് വേണ്ടി വണ്ടിയൊക്കെ കൊടുത്തു. എല്ലാം അടിപൊളിയാക്കിയത് കേട്ട്. പ്രീമിയത്തിന്റെ പൈസ വരണമായിരിക്കും അല്ലേ? അല്ല വാസവ ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. ജോക്കി കറിയ കാര്യം ഇല്ല. ജോക്കി അറിഞ്ഞ എന്ത് പറ്റും വാസവൻ? അയ്യോ ജോക്കി അറിയത്തില്ലല്ലോ. പറയുന്നതിനെ ഞാൻ അപ്പൊ കൊല്ലുമല്ലോ. വിഷമൊന്നുമില്ല വാസവനെ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ കമ്മിറ്റഡ് ആയിട്ടില്ല. കുഴപ്പമില്ല വാസവൻ. പക്ഷെ വേറൊരു കാര്യം പറയട്ടെ അപ്പാ, ഞാനൊരു എസ് പറഞ്ഞാ അത് അപ്പൊ സെറ്റ് ആവും. വാസവൻ പറയത്തില്ലല്ലോ. ഇല്ല അതങ്ങനാണല്ലോ. എപ്പോഴും ഇങ്ങനെ കൊതിപ്പിച്ച് കടന്നു കളയാനല്ലേ വാസവന് ഇഷ്ടം. ഇതെന്തുകൊണ്ടാന്നറിയാം അപ്പാ? എന്താ വാസവൻ? ഈ അമ്മുക്കുട്ടിയില്ലേ, അവളെന്നെ കൊതിപ്പിച്ച് കടന്നു കളഞ്ഞതാ. അതെ. പക്ഷെ ബാക്കിയുള്ള പെൺപിള്ളേരപ്പൊ എന്ത് ചെയ്തു വാസവനെ? അവര് ഇതിൽ കഥയിൽ ചോദ്യമില്ല. അതല്ലേ? അല്ലേലും എല്ലാരും ഈ പെൺപിള്ളേർക്ക് വേണ്ടിട്ടാണല്ലോ എല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഓ പെൺപിള്ളാരുടെ പുറകെ പോകാത്ത ഒരാളെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് KV ആയിട്ട് അടി കിടന്ന ദിവസം ഞങ്ങള് കാർലോയെ പൊക്കാൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ എന്റെ മുന്നിൽ കൂടെ 2 ചിക്സിന്റെ കൂടെ വണ്ടി പോകുന്നത് ഞാൻ ഇപ്പോഴും എന്റെ തലയിൽ ഓർത്തിരിക്കുവോ. ഞാനത് മനസ്സിലായ മറന്നിട്ടില്ല. കഷ്ടപ്പെട്ട് ഞാനിങ്ങനെ മുട്ടിച്ചില്ല എന്ന് വന്ന സമയത്താ എന്തൊക്കെ വിളി വരുന്നത്, കാർലോനെ പൊക്കിന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാൻ പ്രാക്കില്ല വാസുവനെ, അറിയാവോ? അന്ന് ഒരു പിടിക്ക് 2 പക്ഷിയായിരുന്നു. അത് ക്യാൻസൽ ചെയ്യാൻ എങ്ങനെയും പിന്നെ കാർലോയെ പൊക്ക. ഇത് രണ്ടുമായിരുന്നു എന്റെ ടാർഗറ്റ്. ഓ മൈ ഗോഡ്, ഒരു വെടിക്ക് 2 പക്ഷിയല്ലേ? അതെ അതെ അതെ. പക്ഷേ എന്നാ പിന്നെ ഇതൊന്നും അല്ല ഉദ്ദേശിച്ചേ. സാരമില്ല, വാസവൻ എന്തായാലും ഓർമ്മയില്ലല്ലോ. സാരമില്ല. ബർത്ത്ഡേ ആണോ? വേണ്ട വാസവനെ, കുഴപ്പമില്ല. അപ്പൊ ഈ ഡീഡോസ് പറയാൻ എന്താ ചെയ്യണ്ടേ സെർവറില്? ഡീഡോസ് പറയാൻ ഈ സെർവറിലെ ഡീഡോസ് പറയാനത് യു ഹാവ് എ മെസ്സേജ്, ഫോണൊന്ന് ചെക്ക് ചെയ്തേരെ. ഹലോ, യു ഹാവ് എ മെസ്സേജ്, ഫോണൊന്ന് ചെക്ക് ചെയ്തേരെ. സൗണ്ട് പോയി. ഹലോ, മാസം പോയി. ഇപ്പുറത്തോട്ട് വാ. ഹലോ, കേക്കാവോ? ഇങ്ങോട്ട് വാ. അവിടെ കൊളീഷനുണ്ട്, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ആണ് എന്നാ 6-6 5 എല്ലാരും പോയത് പഠിച്ചോ. ലൈവ് ഒക്കെ ഇവിടെ ഉണ്ടാവും, നിങ്ങക്ക് പിന്നാണെങ്കിലും കാണാം. കൊടുങ്കാറ്റടിച്ചാൽ പോലും നീ ഒന്നും വീഴൂലല്ലേ? ഹലോ 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 ഹലോ, കൊടുങ്കാറ്റടിച്ചാലും നിന്നെ ഒന്നും ഏക്കൂല തോന്നുന്നില്ലേ? എനിക്കൊന്നും കേട്ടോടാ. കൊടുങ്കാറ്റടിച്ചാലും നീ ഒന്നും വീഴൂലെന്ന്. വീണായിരുന്നല്ലേ? നിനക്ക് റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടോ ഡസ്ട്രോ? ഇല്ല.
സിംഗിൾ നമുക്ക് നമ്മ ഫാമിലി മതി. ഞാൻ നീങ്ങല്ല ആ അണ്ണാ പറയടാ. ലീഡർ കണ്ട പറയല്ല. നീ ഇങ്ങോട്ട് വന്നേ. പറയടാ. അണ്ണാ ആ You know, you are my comfortable person. So, I talk to my everything. I will talk to you. അണ്ണാ ജനസ് യു പറഞ്ഞ ജനസ് യു പറഞ്ഞു. ലവ് യുടാ, ലവ് യു. അത്രയുള്ള അണ്ണ ദേഹത്ത് ടാറ്റു വല്ലതും അടിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലടാ ഞാൻ റൊണാൾഡോ ഫാൻ അല്ലടാ, ഞാൻ ടാറ്റു അടിക്കൂല. അണ്ണ നമ്മുടെ എല്ലാം ചന്തി കൊടുത്താ ആർക്കെങ്കിലും? ഇല്ല അതറക്കി കൊടുത്തിട്ടില്ല. അണ്ണ നമ്മളെല്ലാരും ടാറ്റു പോയെന്നാ. ടാറ്റു പോയി, മുടി പോയി, ഫെയ്ഡ് പോയതോ? അറിയത്തില്ല, റീസ്റ്റാർട്ടോടെ പോയതാ. പാക്കെടുത്ത് കളഞ്ഞു. അപ്പാപ്പന്റെ ഒരു വരവുണ്ടാവില്ല, പക്ഷേ ചെയ്യാൻ പറ്റത്തില്ല. ജോക്കി ഞാൻ വന്നു. വാ. ചക്കെന്ന് പറഞ്ഞ കൊക്കുന്ന അല്ല, ഞാൻ സംസാരിച്ചു തീർന്നില്ലായിരുന്നു, സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചു. ജോക്കി സംസാരിച്ചു. കൊച്ചിന്റെ മോത്തൊക്കെ എന്തോ ഒരു മാറ്റം. ആ മുച്ചിരി ഇങ്ങ് വന്നേടാ, നിന്നെ ഞാൻ വിട്ടിട്ടില്ല, ഇങ്ങ് വാ. കണ്ണാപ്പി ഒന്നും ഇനി നോക്കണ്ട ജോക്കി, ഇനി വരത്തില്ല കേട്ടോ. എടാ, ഇതൊക്കെ ഭയങ്കരമാണ് കേട്ടോ. നമ്മൾ ഈ ഇരുന്നിട്ട് വലിഞ്ഞു സിറ്റി റീസ്റ്റാർട്ട് ആയത് റീസണാ, അത് ഒരു റീസണാ. പോയി ഇനിയൊന്നുമില്ല. അത് അതന്നെ ഞാൻ വന്നില്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ്ലി എനിക്കൊരു ഡിസിഷൻ എടുക്കാവോ അതിനകത്ത്? ഞാൻ അങ്ങ് പറഞ്ഞിട്ടോ, നിന്റെ പറഞ്ഞ അവന് സ്ലോട്ട് കൊടുക്കാൻ പറഞ്ഞ എന്നോട്. എടാ കണ്ണാപ്പി ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ട് 6 റോള് മാമനാണ് ഒരാഴ്ചത്തേക്ക്. കണ്ണാപ്പി ഗാങ്ങിലില്ലേ ഒരാഴ്ചത്തേക്ക്? ഓക്കെ, എന്നാ അങ്ങനെ ഇടാൻ ജോക്കി. ആ കണ്ണാപ്പി ഇല്ല ഒരാഴ്ചത്തേക്ക്. മാമനും വന്നിട്ടില്ലല്ലേ? അണ്ണാ മിസ്റ്റർ എക്സ് നമ്പർ ഡ്രോപ്പ് ചെയ്യാൻ പറയാണ്. മിസ്റ്റർ എക്സിന്റെ നമ്പറൊക്കെ ഡ്രോപ്പ് ചെയ്തോ? എടാ കണ്ണാപ്പിക്ക് ഒരാഴ്ച ഗാങ്ങിന് സസ്പെൻഷൻ ആണ്. വരുമ്പോ കൂട്ടുകാരൻ പവർ ബാങ്ക് യൂസ് ഒന്ന് ചാർജ്. മോശമാണ് ഇതൊക്കെ. ആണോ? കണ്ണാപ്പിയുടെ ഡൈഹാർഡ് ഫാൻ കേട്ടോ ചാറ്റില്. സപ്പോർട്ട് ആയിക്കല്ലേ? എടാ അത് തീരുമാനമാണ്. കണ്ണാപ്പിക്ക് ഒരാഴ്ച സസ്പെൻഷൻ, ആ സ്ലോട്ടിൽ മാമൻ ഒരാഴ്ച എങ്ങനെ പെർഫോം ചെയ്യുന്ന നോക്കിയിട്ട് ഇവന്റെ കാര്യത്തിൽ നീ ഒരു ഡിസിഷൻ എടുത്തിട്ട് എന്താ വെച്ചാൽ കാണിച്ചു. അപ്പൊ കണ്ണാപ്പി മാമനാണ് ഒരാഴ്ചത്തേക്ക് വന്നില്ലെങ്കിൽ ഇന്ന് ഇപ്പൊ കേറിയില്ലെങ്കിൽ മാറ്റാൻ ചോദിക്കും. കേറില്ലെങ്കിൽ എന്താ? ഇപ്പൊ കേറിയില്ലെങ്കിൽ അത് തന്നെ. ഇപ്പൊ കേറിയില്ലെങ്കിൽ മാറ്റാം ഉറപ്പായിട്ടും. കേറിയില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് മീറ്റിംഗ് കഴിയുന്നതിന് മുന്നേ കേറിയില്ലെങ്കിൽ അതാണ് ഡിസിഷൻ. അത് മാറ്റമൊന്നുമില്ല. അപ്പൊ മുച്ചിരി ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ ഉത്തരം എനിക്ക് പറഞ്ഞായിരുന്നല്ലോ. കേട്ടില്ല, അതിനൊക്കെ മുമ്പ് ഞാൻ കത്തി. എങ്ങനൊന്നും മനസ്സിലാക്കുന്നില്ല. ഇത് വെള്ളമാണ് കിട്ടുന്നത്. ലോക്കറുണ്ട്. എന്തും ചെയ്യുന്നുണ്ട്, അപ്പൊ പിന്നെ എല്ലായിടത്തും ഞാൻ ഇത് ചെയ്യുകയാണ്, എന്തോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവത്തെ ഓർത്ത് ഈ സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് വേണ്ട, ആൾക്കാർ ഇങ്ങോട്ട് വരട്ടെ. പിന്നെ റീസൺ അല്ലാത്ത പ്രോപ്പർ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് മാന്തി സിറ്റുവേഷൻ എടുക്കും എന്താ വെച്ചാൽ കാണിച്ചു. അല്ലാത്ത പക്ഷം വെറുതെ നമ്മൾ അങ്ങോട്ട് പോയി മാന്തി നമ്മളൊരു വള്ളി ഗ്യാങ് ആവരുത്. മനസ്സിലായോ? സിറ്റുവേഷൻ ഒക്കെ എടുത്തോ, പക്ഷെ അതൊരു പ്രോപ്പർ സിറ്റുവേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ല ചുമ്മാ കയറി അവിടെ ഇവിടെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗാങ്ങില് ഒരാഴ്ച മോണിറ്റർ ചെയ്യും. നമ്മൾ ആരും തെറി ഉപയോഗിക്കുന്നത് ഏത് രീതിക്കുള്ള തെറിയാണെങ്കിലും. മനസ്സിലായോ? എടാ മനസ്സിലായോ? അങ്ങോട്ട് ഉഷാറാണ്. നീയൊക്കെ രാത്രി മല കയറാൻ പോകുമ്പോ നിനക്കൊക്കെ ഇല്ലാത്ത ഉഷാറാണല്ലോടാ. ഹലോ മിസ്റ്റർ വാസു, ഫ്രീ ആണോ മീറ്റ് ചെയ്യാൻ? എനിക്കൊരു 10 minutes കൂടെ തരുമോ? കറക്റ്റ് 12 മണിയാകുമ്പോഴത്തേക്കിന് ഞാൻ വരാം. കറക്റ്റ് 12 മണിക്ക് വേറെ പരിപാടി ഒന്നും ഇല്ലെന്ന് ഉറപ്പല്ലേ? അതെ, കാരണം 12 മണിക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പിറന്നാളാണ്. ഒന്ന് വിഷ് ചെയ്തിട്ട് കേക്ക് എടുത്തോട്ട് വരാം. അതാ ചോദിച്ചു വേറെ പരിപാടി ഉണ്ടോന്ന് വെച്ചതുകൊണ്ട്. ഇന്ന് പരിപാടി ഇല്ല, അതിന്റെ പരിപാടി ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യാൻ സംസാരിച്ചിട്ട് എന്റെ ബാക്കിയിട്ട് അങ്ങോട്ട് 12 മണിയാകുമ്പോ കൊണ്ട് വരാം.
ഓക്കെ 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 ഈ കേക്കെ പറഞ്ഞു 101 അല്ലേ പുള്ളിയുടെ നമ്പർ? അപ്പാപ്പന്റെയോ? ആ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് മാറി നിന്നോട്ടെ, എനിക്ക് അറിഞ്ഞൂടാ പുള്ളിയുടെ നമ്പർ. എന്നാ നോട്ട് ചെയ്ത് വെച്ചോ 101. 101 അല്ലേ? അടുത്തൊന്ന് പറഞ്ഞ ചിലപ്പോ വിഷമോ. എന്നാ വേണ്ട. ഓക്കെ 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 ഇല്ല എല്ലാരും ഒരുമിച്ച് ചെടി ഒരേപോലെ മുന്നേറുക എന്നുള്ള കാര്യം. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാരും പറഞ്ഞു കേട്ടല്ലോ. അപ്പൊ നമ്മളെല്ലാം അണ്ണനെ പനി. അതെ എല്ലാരും ഞാനും അല്ല നിങ്ങളത് ജോക്കിക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ടിവിക്ക് വേണ്ടി നിൽക്കുന്നതെന്ന്. അറിയോ? എനിക്ക് ഇവനെ മാത്രമല്ല, ഇവനെ കണ്ട് പഠിക്കും നിങ്ങള്. പെണ്ണിന്റെ ശരി ശരി അതെ പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവന്റെ അണ്ടി പ്രവർത്തിക്കരുതെന്ന്. നിങ്ങൾ ആരും ആ സാധനം പ്രവർത്തിപ്പിക്കരുത്. കാരണം ഇവിടെ കുഞ്ഞുങ്ങളും കുട്ടികളും ഒന്നും വേണ്ട, മനസ്സിലായോ? ഇന്നലെ വെളുപ്പകാലം 12 മണിക്ക് മൗണ്ട് ഇല്ലാണ്ട് വണ്ടല്ലായിരുന്നു. ഓൾറെഡി ആയിപ്പോയതോ? സിറ്റി പഠിക്കാൻ സിറ്റിയുടെ ഓരോ സിറ്റി പഠിക്കാൻ വല്ലതായിരിക്കും. അവൻ അങ്ങനത്തെ പോകത്തില്ല. ഞാൻ എടുത്ത് വളർത്തിയവനാ, അങ്ങനൊന്നും പോകത്തില്ല. ജോഗി ഇതൊക്കെ ഉണ്ടല്ലോ, ജോഗി കണ്ടില്ലേ ഇപ്പൊ പുതിയ സ്ഥലം വന്ന്, ഞാൻ കൊണ്ട് കാണിച്ചില്ലായിരുന്നോ ജോഗി? അതേപോലെ ചില്ലയാടില് പുതിയ സ്ഥലം വന്ന്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഇവൻ എന്താണ് ഈ പോഹരിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ? ആരുടെ മുമ്പിൽ നീ ഇപ്പൊ ഇത് കാണിച്ചേ? ഇല്ല ഞാൻ ഒന്നും കാണിച്ചില്ലല്ലോ. ഞാൻ കാര്യം പറഞ്ഞേക്കാം, മറ്റേ സാധനത്തിന്റേത് ഒരാഴ്ചത്തെ സസ്പെൻഷന്റെ കാര്യം ഞാൻ മീറ്റിംഗ് തീരുന്നതിന് മുന്നേ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഡിസൈഡ് ചെയ്യുവേ. വന്നല്ലേ? ഇത്ര നേരം എവിടെ ആയിരുന്നടാ? അണ്ണു നെറ്റ് റീസ്റ്റാർട്ട് ചെയ്യായിരുന്നു. അതെ, ഗ്രൂപ്പിൽ നിന്നൊക്കെ മെസ്സേജുകൾ എത്തണ്ടേ, ഇതാണ് ഡിസിഷൻ എന്നുള്ളതിന്റെ ഒക്കെ. അത് പേഴ്സണൽ ഇൻബോക്സിൽ എത്തുമ്പോഴത്തേന് കുറച്ച് ലേറ്റ് ആവും. പാവം ഉണ്ടാ മാവൻ. അല്ലല്ല എന്റെ ഇതായിരുന്നു ഇവന്റെ ശബ്ദത്തിലുള്ള ഇടർച്ചയും വിഷമം കാണിക്കലും ഒക്കെ ഒരിക്കലും വീടരുതേ ജോക്കി, ഒരിക്കലും. ഇല്ലല്ലടാ, ഞാൻ ഒരിക്കലും ഇവന്റെ ഈ ഗ്യാങ്ങിലെ നമ്മുടെ ഗ്യാങ്ങിലെ ഏത് പിള്ളേരുടെ വിഷമം വേണമെങ്കിലും ഞാൻ കേൾക്കും, പക്ഷെ ഇവന്റെ ഒന്നും പറഞ്ഞില്ല. അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ നീ റിലേഷൻഷിപ്പിലല്ലേടാ കണ്ണാപ്പി? ബ്രേക്കപ്പ് ആയി. അപ്പൊ എടാ ലോറ സിംഗിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോറയുടെ ഇഷ്ടമല്ല? അതെന്ത് മോശം? പിന്നെ അതിനൊന്നും ഒരു മോശമില്ല, ഒരു മോശവും ഇല്ല. ഇതാ ജോക്കി പറഞ്ഞ, ഇതാ ജോക്കി പറഞ്ഞ. എടാ നിന്റെ ഫോൺ തന്നെ, നിന്റെ ഫോൺ തന്നെ കണ്ണാപ്പി, നിന്റെ ഫോൺ തന്നെ കണ്ണ. അതൊന്നും സമ്മതിക്കാനുള്ള ഉറപ്പ് പോലും ഇല്ല, ഒന്നും സമ്മതിക്കാനുള്ള ഉറപ്പ് പോലും. ഇന്നലെ ബ്രേക്കപ്പ് ആക്കിയിരുന്നു. ഇന്നലെ ബ്രേക്കപ്പ് ആക്കി പെണ്ണ് സിംഗിളാന്ന് പറയുന്നതിന് ഇപ്പൊ എന്ത് പ്രശ്നം? ഇപ്പൊ സിംഗിളാണ് ഞാൻ. നീയല്ല, അവള് സിംഗിളാണ്. അപ്പൊ പിന്നെ എടാ ആരാന്ന് വെച്ചാ നോക്കിക്കോളാം. നോക്കണ്ട, സിംഗിളാണ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ആരെങ്കിലും ലോറയുടെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള സമയമായി എന്ന് പറഞ്ഞാൽ മതി. സാറൊക്കെ ഉണ്ടെന്നാ നമ്മൾ അറിഞ്ഞേ. അവൻ കൂട്ടുകാരുടെ പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്. അടുത്ത വട്ടം തൊട്ടിട്ട് ഒരു മിനിറ്റ് വേറൊരു കാര്യം. മോശം കണ്ണാപ്പി, മോശം. ഇതൊക്കെ അറ്റ്ലീസ്റ്റ് അവന്മാരുണ്ടല്ലോ, അവന്മാരുടെ പെണ്ണാണെന്ന് പറഞ്ഞ സമ്മതിച്ച് ധൈര്യത്തോടെ അവിടെ പോയി നിന്ന്. പെണ്ണില്ലാത്ത മുച്ചിരി വരെ കള്ളപ്പെണ്ണുണ്ടാക്കി അവിടെ പോയി നിന്ന്. എന്നിട്ട് നീ പറയുന്നുണ്ടല്ലോ, നക്കുന്നല്ല ജോക്കി, അനക്കുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ വേറൊരു കാര്യം കൺസൈൻമെന്റ് അടിച്ചിട്ട് ഗണ്ണിന്റെ കാര്യത്തില് എല്ലാരും ഞാനൊരു കാര്യം പറയാം, വേറെ ഏതെല്ലാം പറയണേ ജോക്കിയുടെ പറഞ്ഞ വെച്ചാ
ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് ഇവന്റെ ഫോൺ മേടിച്ച് തെളിയിക്കാം. പിന്നെ വേണ്ട, നമ്മുടെ അടുത്ത് ഓൾറെഡി കള്ളം പറഞ്ഞിരിക്കുന്നവന്മാരൊന്നും ഇത് നമ്മൾ പിടിച്ചു പറ്റേണ്ട ആവശ്യമില്ല. ഇല്ലാത്തവന്മാരത്തും നമ്മൾ സംസാരിക്കരുത്. അതെ 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 അതെ, സത്യം സത്യം സത്യം. പിന്നെ കൺസൈൻമെന്റ് അടിച്ചിട്ട് ഗണ്ണെടുത്തിട്ട് ഗണ്ണിന്റെ ആ ഒരു പ്രോപ്പർ നമ്പർ എല്ലാരും ഒന്ന് നോക്കി വെക്കേണ്ടതാണ്. പിന്നെ വെറുതെ വള്ളിയൊന്നും പിടിക്കാൻ പോരുത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. രാത്രിയുള്ള മലകയറ്റം കുറച്ചിട്ട് ഗ്യാങ്ങിന് വേണ്ടിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യേണ്ടതാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ചുകൂടെ സംഭവങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. ആ പെണ്ണുങ്ങൾ മാത്രമല്ല സംസാരിക്കുന്നത്, ഗ്യാങ്ങിലുള്ളവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ വളരെയധികം ഉപകാരപ്പെട്ടേനെ ഗ്യാങ്ങിന്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവല്. സോ രാത്രി പെണ്ണായിട്ട് മല കയറുന്നതിന് പകരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മല കയറി കഴിഞ്ഞാൽ നന്നായിരിക്കും. അങ്ങനെയല്ല, മല കയറുന്നതിന് അർത്ഥം അത് മാത്രമേ ഉള്ളൂ. ജോക്കി, ഞാൻ വേറെ കാര്യം പറയട്ടെ. ഇപ്പോഴത്തെ കാലം ഒട്ടും ശരിയല്ല. അതുകൊണ്ട് അത് ഭയങ്കര പ്രശ്നമാണ് അതൊക്കെ. എന്നാ പിന്നെ കൂട്ടത്തോടെ നിങ്ങൾ എവിടെയെങ്കിലും മറ്റേ മുതുക്കിലോ ഇന്നലെ മൗൺസിലായിരുന്നല്ലേ ഇറങ്ങിയത്, പിന്നെ എങ്ങനെ നിന്നെ കുറിച്ച് ഞാനൊരു കാര്യം പറയട്ടെ വാസു, ഒന്ന് പോസ് ചെയ്തോട്ടെ ഒരു മിനിറ്റ്. നിന്നെ കുറിച്ച് മൾട്ടിപ്പിൾ ആയിട്ട് കുറെ ആൾക്കാർ നീ രാത്രി മല കയറാൻ പോയി, പിന്നെ ദർന്നും പറഞ്ഞിട്ട് ഒരുത്ത മുച്ചിന്റെ അടുത്ത് ഇത്ര നേരം പറഞ്ഞു ദർന്ന് പോയിട്ടുണ്ട്. അണ്ണം വരുന്ന സമയത്ത് ഗോഡ് ഫാദർ ഇപ്പൊ പോകും, എല്ലാത്തിനും കിട്ടുവേ, എല്ലാത്തിനും കിട്ടും. സസ്പെൻഷൻ നല്ല ഡിസ്മിസൽ ആയിരിക്കും. പണ്ടത്തെ ഗ്യാങ്ങിലെ അണ്ണൻ മിസ് ചെയ്തവരെ മനസ്സിലായോ? വാസു സീരിയസ്ലി ഞാൻ എന്തൊരു കാര്യം പറയൂ, നീ ഈ ഗ്യാങ് പ്രോപ്പർ ആയിട്ട് നോക്കുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇല്ല ജോക്കി. അത് വാസുമോന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. അത് എല്ലാവരുടെ അടുക്കുകയും പറഞ്ഞിട്ടില്ല. വാസുമോൻ അത് അപ്രൂവൽ വാങ്ങിയില്ല ജോക്കിയുടെ? ഇല്ലല്ല, ഇനിയിപ്പോ അപ്പം പറഞ്ഞു ഞാൻ സംശയം മാറ്റം ഇതൊക്കെ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം പറഞ്ഞു. തെളിയിക്കണ്ട, എന്തിനു തെളിയിക്കണം? ഞാൻ ജോക്കി, നമ്മുടെ ഗ്യാങ്ങിൽ നിന്ന് കുറച്ച് പേര് ഇപ്പോൾ ഇറങ്ങിയിട്ട് അവര് മറ്റുള്ള ഗ്യാങ്ങുകളിൽ സ്പൈ ആയിട്ട് കയറാൻ പോവാണ്. അതാണ് പ്ലാൻ ദർ. ഓപ്പറേഷൻ ദർ. ദുരന്തർ. കൊള്ളാം. അത് നല്ലതാണ് ആ പരിപാടി. അതെ അതെ, അത് വെളിയിൽ വിട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ജോക്കിയോട് അത് പറയാലേ വാസുവിനെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഷാൻ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ. നീ ഷാൻ എന്തുവാ? അതൊക്കെ സെക്കൻഡ് പാർട്ടാണ് ജോക്കി. അത് ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇതില് ഓപ്പറേഷൻ ദർശില് ആദ്യ സ്പൈ ആയിട്ട് പോണത് ഞാൻ തന്നെയാണ്. രൂപമൊക്കെ മാറി. എന്റെ ക്യാരക്ടറിന്റെ പേരാണ് ഷാൻ റഹ്മാൻ. കണ്ടു പണിയടാ മാക്കാമാരെ. ഇങ്ങനെയൊക്കെയാണ് പ്രൊഡക്റ്റീവായിട്ട് രാത്രിയാവുമ്പോ മലയുടെ മുകളിലും കാടിന്റെ മുകളിലും ഇപ്പൊ ഇരുട്ടിന്റെ മറവിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന പരിപാടി ഇവൻ കണ്ടുപടി. പാസ്മോനെ കണ്ടുപടി. അടുത്ത കയറാൻ പോകുന്നു. കണ്ടില്ലല്ലോ എവിടെയും വല്ല മലയുടെ മുകളിലോ ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. ജോഗി 2 മിനിറ്റ് കഴിയുമ്പോ ട്രാൻസാക്ഷൻ നടത്തണേ കറക്റ്റ് ആയിട്ട്. കേട്ടോ, അത് 2 മിനിറ്റ് ട്രാൻസാക്ഷൻ. എല്ലാം റെഡി ആയിട്ടിരുന്നോണേ, എല്ലാം റെഡി ആയിട്ടിരുന്നോണേ. 2 മിനിറ്റ്. അപ്പൊ ഒന്ന് പറഞ്ഞേ. ഞാൻ വിളിക്കാം കാർലോരെ. കാർലോ എന്നൊക്കെ മുമ്പേ വിഷ് ചെയ്ത് ജോക്കി വിളിക്കുന്നു. എനിക്ക് പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ കാര്യം താങ്കൾ ഒരു കാര്യം താങ്കൾ പ്രായത്തിന് മുകളിലാണെങ്കിലും നമ്മൾ കുറെ നാളിങ്ങനെ തോള് കൈയിട്ട് നടന്ന് വലിയൊരു മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. അങ്ങനെ പറയട്ടെ ജോക്കി. ജോക്കിയാണ് എന്റെ എന്താ പറയാ ഫാഷൻ. Happy birthday
എടാ ഫോണ് ഓഫ് ചെയ്യണേ. ആരുടെ 36 വയസ്സായിരിക്കുകയാണ്. ഹലോ ഹലോ അപ്പൊ അവര് കുറെ ഗേൾഫ്രണ്ട്സൊക്കെ വിളിക്കാൻ തുടങ്ങി. ആരാടാ കുലുക്കുന്നേ? എത്ര പേരല്ലേ ഉള്ളി വിഷയൻ എന്റെ അമ്മോ. എടുത്ത് ചാടി. സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ എന്തോ വേണോ എന്റെ പൊന്ന പാപ്പ. ഓ എന്ത് ചെയ്യാനാ ജോക്കി. താങ്ക് യു ജോക്കി താങ്ക് യു. വെൽക്കം വെൽക്കം. എന്തായാലും കേക്ക് ഒരു എടുത്ത് നല്ല മുറിച്ച് ഒരു കൊണ്ടുപോയി. ബർത്ത്ഡേ ദിവസമായിട്ട് ജോക്കി ദർശനം കിട്ടിയല്ലോ, അത് തന്നെ അതെ, 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 വലിയ അതെ, അതെ. ഭാഗ്യം. അവിടെയും ദർശനം. സർവം ദർശനമയം. പേര് കൊള്ളാം കേട്ടാ. ദർശ് ഇതിന്റെ പേര് നമ്മുടെ സർവർ അപ്പാപ്പന്റെ സെർവർ. അപ്പൊ ഒരു 100 കോടി ഫോൺ തരണേ. സ്പെഷ്യൽ എനിക്ക് അപ്പാപ്പ എനിക്കൊരു സൈഡ് കീപ്പിംഗ് ദിസ് ബർത്ത്ഡേ സൈഡ് ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ മാക്കാമാരെ കണ്ട് പഠിക്ക്. ഇവിടെ ഒരു ഓപ്പറേഷൻ ഫോം ചെയ്ത് അവൻ ഷാൻ റഹ്മാനായിട്ട് ഉള്ളിൽ പോകുന്നു, പൈ അടിക്കുന്നു, നീയൊക്കെ രാത്രി എന്താണ് ഈ ചെയ്യുന്നത്? എടാ ഇങ്ങനത്തെ വല്ല അവര് പ്ലാൻ തരല ഒരു പാട്ടാണ്. ഇതൊന്നെ വയറ്റില്ല വെച്ചിട്ടുള്ള ബർത്ത്ഡേ പറയാനുള്ളത് രണ്ടു വാക്ക് സംസാരിക്കണം. പാട്ട് പറ പാപ്പ. ബർത്ത്ഡേ ആയിട്ട് വളരെ വളരെയധികം സന്തോഷമുണ്ട്. അപ്പാപ്പൻ കുറച്ച് അപ്പാപ്പനായല്ലേ? ഞാൻ അങ്ങനെ എനിക്ക് ഇന്ന് 29 വയസ്സ് തികയാണ്. 29 വയസ്സോ? 10 വർഷം മുമ്പ് ചീഞ്ഞ കോമഡിയാണ്. 2026 ആയത് 19 ഞാനും ജോക്കിയൊക്കെ പിന്നെ ജോക്കി സത്യം പറഞ്ഞാല് എന്താ പറയാ, ഞാനും ജോക്കി ഒരേ ഏജ് ആയതുകൊണ്ടേ ജോക്കിക്ക് മനസ്സിലാവില്ല. പിന്നെ അപ്പൊ again എല്ലാവർക്കും താങ്ക്സ് ടാ താങ്ക്സ് താങ്ക് യു സോ മച്ച് എന്തെങ്കിലും പൈസയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കടത്തിലെ പ്രതീക്ഷിക്കുന്നത് അവര് തന്നെ സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്ത് തരും അതെ എക്സെറ്റ് ഇത് നോക്ക് MRX ഇട്ടേക്കുന്ന എന്താ പോകുന്നുണ്ടോ നമ്മള് ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ പോയിട്ട് അപ്പാപ്പൻ ലവ് യു ഉമ്മ ഹാപ്പി ബർത്ത്ഡേ പോയിട്ടാ പോയിട്ടാ വൈകിട്ടെങ്ങനെ ഹലോ ഹലോ വാസോണാണോ? അതെ ആരാ? നിങ്ങൾക്ക് അറിയത്തില്ല, പുറത്തുള്ള ഒരാളാണ്. ആ പറഞ്ഞു. മീൻസ് പേരെന്താ? സുഖാണോ? സുഖമാണ്. എന്താ എന്താ പരിപാടി? ഞങ്ങളൊരു ഗ്യാങ് മീറ്റിംഗിന്റെ ഇടയ്ക്കാ ബ്രോ. ഞാൻ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? ഓ ശരി ശരി ശരി, ബർത്ത്ഡേ ആണ്ട് വിളിച്ചതാണ്. ശരി എന്നാ. എന്റെ ബർത്ത്ഡേ അല്ല, അല്ല അപ്പന്റെ. ആ ഓക്കെ. അപ്പൊ അത് പറഞ്ഞിട്ട് നാളെ ഒരു അരയെടുത്ത് ഇരിക്കണോണ്ടാ. വൈകിട്ടത്തേക്ക് പറ്റുന്നത് പോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോടാ. ഞാനിപ്പോഴല്ലേ ഇവിടെ അറിയതേ. സെറ്റാക്ക. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ബ്ലാക്ക് മാഫിയോട് പോലെന്ന് പറഞ്ഞു. അടുത്ത് വരാൻ പറഞ്ഞു. നമ്മുടെ ടിവിയിലെല്ലാരും ഈ സൈഡിലോട്ട്, ഞാൻ നിൽക്കുന്നിടത്തോട്ട് ഈ സൈഡിലോട്ട് വന്നിട്ടോ. ഞാൻ നിൽക്കുന്ന സൈഡിലോട്ട് എല്ലാവരും അവര് ബ്ലാക്ക് മാഫിയ അവിടെ ഇരിക്കട്ടെ.
എന്താടാ ജോക്കി ഒരു മിനിറ്റ് ജോക്കി ഒരു മിനിറ്റ് ജോക്കി അല്ലല്ല ഒരു മിനിറ്റ് ലോഞ്ചിന്റെ കാര്യം ചന്ദ്ര 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 കേക്കാവോ ബ്ലാക്ക് മാഫിയ ആണെന്ന് പറഞ്ഞ സെക്യൂരിറ്റി കമാൻഡോസ് അല്ലേ ജോക്കിയെ മാറ്റിവിടുന്ന എങ്ങനെയും ബുദ്ധി വേണം ബുദ്ധി ജോക്കി ആരെങ്കിലും ഒരു 2-3 പേര് ചേർന്ന് ജോക്കിയെ താഴെ കൊണ്ടുപോയി മറ്റേ ശവക്കല്ലറ അവിടെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് വണ്ടി കൊടുത്തിട്ട് വരാം. അതല്ല അത് വേറെ ക്യാരക്ടർ വിടല്ലേ കമാൻഡോസ് ക്യാരക്ടർ വിടല്ലേ ഒരു മിനിറ്റ് നിങ്ങൾ എല്ലാരും ഇവരെ പരിചയപ്പെടുക നിങ്ങൾക്ക് അറിയോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. ലൈക്ക് എന്താ പറയാ നിങ്ങള് വേറെ സിറ്റിയിൽ എനിക്ക് എന്താ പറയാ ഇവരായിട്ട് വേറെ സിറ്റുവേഷനോ കാര്യങ്ങളൊന്നും വരാൻ അങ്ങനെ താല്പര്യമില്ല. അപ്പൊ ഇവർക്ക് നേരത്തെ തൊട്ട് നിങ്ങളെ കാണണം മീറ്റ് ചെയ്യണം എന്നൊക്കെ കുറെ മുന്നോട്ട് പറയുന്നുണ്ട് അവര്. അപ്പൊ അങ്ങനത്തെ സാഹചര്യം വരെ വന്നിട്ടില്ല. ഇൻ കേസ് നിങ്ങൾ ഇപ്പൊ ഇവര് BM ഉള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുവാണെങ്കിലും ഓൾറെഡി ഇപ്പൊ ഇതിലാണ് എല്ലാരും കാണുന്നത്. ഓക്കെ നമുക്ക് വേണ്ടിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും അവരുടെ സൈഡിൽ അങ്ങനെ കുറെ ഇത് വരുന്നുണ്ട്. അപ്പൊ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകാൻ വേണ്ടിട്ട് ആണ് അത്യാവശ്യ കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. അണ്ണൊന്ന് മാറി നിൽക്കുക എല്ലാവരുടെ അടുക്കാണ്. ഞാൻ മാറി ഞാൻ കക്കൂസില പൂളിന്റെ അടുക്കലോട്ട് വരാവോ? വേഗം വരാവൂന്ന്. ഞാൻ മൂവി ഇവിടെ ഉണ്ട്. പൂള് വെളിയിലത്തെ പൂളില്ലേ? വേഗം വാ. അണ്ണൻ എന്തോ പണി ചോക്കിയാണോ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാരും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അണ്ണൻ പ്ലാനെ. ഇത് ദർശനയുടെ കാര്യം മലയുടെ മണ്ടയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം പറയാനുണ്ട്. അണ്ണനെ ചിഞ്ചുവിന്റെ കേസിൽ സഹായിക്കുന്നോണ്ട് മാത്രം ഞാൻ പറഞ്ഞു തരുവാ. ആണല്ലേ? അതെ. അല്ലെങ്കിൽ നീ എന്നെ സഹായിക്കത്തില്ല ചിഞ്ചുവിന്റെ കേസിൽ. അല്ലല്ല അല്ലെങ്കിൽ നമുക്ക് അണ്ണനോടല്ലേ സ്നേഹമുള്ളൂ. അതെ പറ കേക്കട്ടെ. അപ്പം അതായത് അവര് കൂടെ പോകുന്നത് കാണിക്കാൻ വേണ്ടിട്ടില്ല, വിഷം കുത്തു അണ്ണനെ പറ്റി. അതെ കുഴപ്പമില്ല. അഥവാ ഇനിയിപ്പോ ദർശനമായിട്ടുള്ളത് സെറ്റായില്ലെങ്കിൽ ഞാൻ സൂസനെ നോക്കിക്കോളാം. മറ്റേ എനിക്ക് അർജന്റായിട്ട് അകത്തോട്ട് പോണേ. അണ്ണ എങ്ങനെ ഹലോ പറഞ്ഞു. നമ്മള് അന്ന് വസന്തത്ത് പറഞ്ഞൊരു ഡേറ്റ് പരിപാടി ചെയ്തത് ഇവന്റിന്റെ അത് നടത്താൻ പറ്റിയില്ല. കുറച്ച് പണി കിട്ടി. മനസ്സിലാവും. നമ്മൾ 6-ാം തീയതി നോക്കുന്നുണ്ട്. അപ്പൊ വാസവന്റെ ഡേറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ നടത്തായിരുന്നു. 6-ാം തീയതി അല്ലേ? എടാ 9 ആക്കും. അതാവുമ്പോ കറക്റ്റ് ആണ്, സെറ്റ് ആണോ എല്ലാം ഇതാണ്. കാരണം ദേവൂട്ടന്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പൊ 9-ാം തീയതി ആക്ക്. ഓക്കെ 9-ാം തീയതി 9 അല്ല, അല്ലെങ്കിൽ ഒരു റൗണ്ടഡ് ആയിട്ടൊരു 10 ആക്കിക്കോ. കറക്റ്റ് 10 ആക്കിക്കോ. 10-ന് നമുക്ക് എല്ലാരും ഉണ്ടാവും, സെറ്റ് ആക്കാം. 9 അല്ലേ 10. അതിന്റെ ഏത് ഐഡിയൽ ടൈം എപ്പോഴാന്ന് വെച്ചാൽ ചന്ദ്രനോട് പറഞ്ഞാൽ മതി. അപ്പൊ അതാകുമ്പോ നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് നടത്താം. ഓക്കെ. വേറെന്തെങ്കിലും ഉണ്ടോ? വേറെ സംസാരിക്കാൻ പറ്റാറില്ല. അല്ലടാ ഞാൻ പറയണ നിങ്ങളത്തെ എല്ലായിടത്തും ഇൻ കേസ് ഇപ്പൊ സിറ്റിസൺ ആയിട്ടൊക്കെ എന്തെങ്കിലും ടിവിയിലെ പ്ലേസ് ആരുടെ അടുത്തെങ്കിലും വരാനാണെങ്കിൽ ആദ്യം തന്നെ ഇവരോട് ഞങ്ങള് ബ്ലാക്ക് മാഫിയയിൽ ഉള്ളതാണെന്ന് പറയണം. അത് പാസ്സാവുന്നതിന് മുമ്പ് ഇവർക്ക് നമ്മളെ അറിയാം. അല്ല എന്നാലും ഞാൻ പറയാം എന്തെങ്കിലും കേസിൽ വരും, അങ്ങനെ വരുവാണെങ്കിൽ ബ്ലാക്ക് മാഫിയ ആണെന്നങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ അവർക്ക് മനസ്സിലാവും. അപ്പൊ എടാ ഞങ്ങള് പോയി മിസ്റ്റർ എക്സിനെ ഒന്ന് കാണാറുണ്ട്. ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ചന്ദ്ര ഞാൻ ഒന്ന് പോയിട്ട് വരാവേ. കോച്ച് ഇവിടെ കോച്ച് വന്ന് മിസ്റ്റർ എക്സിന്റെ അടുത്ത് പോണോ?